നന്ദി. ഹാപ്പി ആയിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുക, സ്തോത്രത്തോടെ വചനത്തെ കൈക്കൊള്ളുക. ഹല്ലേലൂയ. വചനം നമ്മുടെ മേൽ വരുമ്പോൾ വചനത്തിനായി നമ്മുടെ ജീവിതത്തെ മുഴുവനായി ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെയാണ് കർത്താവിന് ഇഷ്ടം. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് കേൾക്കുന്നവരോട് നമുക്കൊരു ഇഷ്ടം ഉണ്ടാകുന്നെങ്കിൽ, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സർവശക്തൻ ഒരു കാര്യം പറയുമ്പോൾ അത് അനുസരിക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരോട് അവനുണ്ടാകുന്നൊരു വാത്സല്യം, അവനുണ്ടാകുന്നൊരു സ്നേഹം എത്ര വലുതാണ്. ഹല്ലേലൂയ. എന്നാൽ മറ്റൊരുവൻ നോക്കി നിൽക്കുകയാണ് വിത്ത് കൊത്തിക്കൊണ്ടുപോകാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ പേര് പിശാച് എന്നാണ്. എന്തിനാണ് അവൻ വിത്ത് കൊത്തിക്കൊണ്ടുപോകുന്നത്? നമ്മുടെ മേൽ ഏത് ഉദ്ദേശത്തിലാണോ വചനം വരുന്നത് അത് നാം വിശ്വസിക്കാതിരിപ്പാൻ, ആ വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കാതിരിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ആ വചനം നമുക്ക് എന്തോ ചില രക്ഷ തരാൻ വേണ്ടിയാണ് വരുന്നത്. വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ. ഹല്ലേലൂയ. വിശ്വാസികളുടെ മേൽ പോലും വരുന്ന വചനത്തെ സാത്താൻ നീക്കം ചെയ്യാറുണ്ട്, അപഹരിക്കാൻ ശ്രമിക്കാറുണ്ട്. ആ വചനം നീ വിശ്വസിച്ചാൽ അതിനകത്ത് വെളിപ്പെടുന്ന രക്ഷ നിന്റെ സ്വന്തമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ചില ഹൃദയങ്ങൾ, ചില ആത്മാക്കൾ പാറ പോലെയാണ്. ഹല്ലേലൂയ. അതിന്മേൽ വചനം വന്ന് വീഴുന്നെങ്കിലും അതിനിറങ്ങാൻ വേരില്ല, ഉള്ളിലോട്ട് ഇറങ്ങുന്നില്ല. ഇതുപോലെ പലരും, എനിക്ക് വചനം വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എനിക്ക് വചനത്തിനകത്ത് വളരാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വചനത്തെ പ്രതി എന്തെങ്കിലും പീഡകൾ, വചനത്തെ പ്രതി എന്തെങ്കിലും ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ വീണുപോകുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് 400-ന് മുകളിൽ ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരും ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുത്തവരുമായ വിശ്വാസികൾ തുറങ്കലിലാണ്, ജയിലിനകത്താണ്. ഹല്ലേലൂയ. അവർക്ക് വേണമെങ്കിൽ പാറമേൽ വീണ വിത്ത് പോലെയാകാമായിരുന്നു. എന്നാൽ അവർ നല്ല നിലത്ത് വീണ വിത്തായതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ആ കാരാഗ്രഹത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ കാരാഗ്രഹങ്ങളുടെ ഉള്ളറകളിൽ ഇരുളിൽ കിടക്കുന്ന അനേക ജീവിതങ്ങളുണ്ട്. അവരെ വിടുവിക്കുവാൻ ദൈവം ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിക്കായി സ്തോത്രം. തിന്മകൾക്കകത്ത് ദൈവം ചെയ്യുന്ന പദ്ധതികളെ കാണാൻ തുടങ്ങിയാൽ നാം നിരാശപ്പെടുകയില്ല, നാം ഭാരപ്പെടുകയില്ല. അവരെ ഓർക്കുമ്പോൾ നമുക്ക് വലിയ ഭാരം തോന്നത്തില്ല. നമ്മളാ കിടക്കുന്നതെങ്കിലും ഭാരമുണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ഹല്ലേലൂയ, എല്ലാം നന്മയ്ക്കാണ്, എല്ലാം നന്മയ്ക്കാണ്, എല്ലാം നന്മയ്ക്കാണ്. ഹല്ലേലൂയ. അപ്പോൾ വചനത്തെ പ്രതി ഏതെങ്കിലും പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ, പീഡകൾ ഉണ്ടാകുമ്പോൾ, ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ വീണുപോകുന്നവരാണ് പാറമേൽ വീണ വിത്ത്. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ചു. അപ്പൊ വചനത്തെ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാൻ കഴിയാത്തത് പാറമേലാണ്. നാം വചനം കേൾക്കുന്നു പലപ്പോഴും, എന്നാൽ അത് വിശ്വസിക്കുകയും പ്രൈസ് ദി ലോർഡ് അതിലൂടെ വെളിപ്പെടുന്ന രക്ഷയെ സ്വന്തമാക്കുകയും ചെയ്യാത്ത വഴിയരികു പോലെയാണ് എന്റെ ഹൃദയമെങ്കിൽ പ്രൈസ് ദി ലോർഡ് അത് നിങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ് അതിനെതിരെ നിങ്ങളൊരു തീരുമാനമെടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. വചനത്തെ പറ്റി ക്ലേശമോ പീഡകളോ ദുഃഖങ്ങളോ നിന്ദകളോ പ്രൈസ് ദി ലോർഡ് പിന്മാറ്റങ്ങളോ ഉണ്ടാകുമ്പോൾ ഇളകിപ്പോകാതെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നത് പാറമേൽ വീണ വിത്താകാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഇളകുന്നവരാണെങ്കിൽ, നിങ്ങൾ അയ്യോ എന്ന് നിലവിളിക്കുന്നവരാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് നിങ്ങളാണ് പാറമേൽ വീണ വിത്ത്. എന്നാൽ നിങ്ങളത് തിരിച്ചറിഞ്ഞു. ഞങ്ങൾ ഇനി പാറമേൽ വീണ വിത്ത് പോലെ ആകുകയില്ല എന്നൊരു തീരുമാനം യേശുവിന്റെ കൃപയാൽ കൈക്കൊണ്ടു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളിനിടയിൽ വീണു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹല്ലേലൂയ. യേശുവേ നന്ദി. മുള്ള ചില ലോക ചിന്തകളാണ്, ലൗകിക ചിന്തകളാണ്, ഭാവിയെ കുറിച്ചുള്ള ചിന്തകളാണ്. ഹല്ലേലൂയ. ചില മോഹങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. സംസാരഭോഗങ്ങളാണ്. ഹല്ലേലൂയ. അപ്പൊ ലോകത്തിന്റെ ചിന്ത, ലോകത്തിന്റെ മോഹം, ലൗകിക ആഗ്രഹങ്ങൾ, ഹല്ലേലൂയ, ചില ഭോഗാസക്തികൾ,
വചനം കേൾക്കുമ്പോഴും നമ്മളിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ നാമാണ് മുള്ളുകൾക്കിടയിൽ വീണ അവസ്ഥയിലുള്ള വിത്തുകൾ. നമ്മുടെ ഉള്ളിലാണ് ആ അവസ്ഥ കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ലോകത്തിന്റെ ചിന്തയെ നിങ്ങൾ കളഞ്ഞു. ഹല്ലേലൂയ. ലൗകിക മോഹങ്ങളെ നിങ്ങൾ എറിഞ്ഞു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇനി ലോകത്തിൻ്റെതല്ല, ഞാൻ പുതിയൊരു രാജ്യത്തിലേതാണ്, ഉയരത്തിൽ നിന്ന് വന്നതാണ്. ലോകത്തെ കുറിച്ച് ചിന്തിച്ച് സമയങ്ങളെ എനിക്ക് നേരമില്ല. ലോകമോഹങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് സന്തോഷിക്കാൻ എനിക്ക് നേരമില്ല എന്ന് നിങ്ങൾ തീരുമാനമെടുത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. മുള്ളുകൾക്കിടയിൽ വീണതോ ധനത്തിന്റെ വഞ്ചനയാണ്. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും തരത്തിൽ ധനം നഷ്ടപ്പെടുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വേദനയും ഭാരങ്ങളും കാണിക്കുന്നത് നാം മുള്ളാണെന്നാണ്. അപ്രതീക്ഷിതമായ ഒരു പ്രതികൂലം വന്നപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 10,000, 20,000, 50,000 നഷ്ടപ്പെട്ടു പോയി. നമ്മൾ അയ്യോ ഒന്ന് ഭാരപ്പെടുന്നു. നമ്മുടെ സന്തോഷം പോയെങ്കിൽ നാമാണ് മുള്ളുകൾക്കിടയിൽ വീണത്. ഹല്ലേലൂയ. ആരെങ്കിലും വന്നിട്ട് ഇത്ര വെച്ചാൽ ഇത്ര കിട്ടും, ഇന്ന ബിസിനസ് ചെയ്താൽ പെട്ടെന്ന് കോടീശ്വരനാകാം എന്ന് കേൾക്കുമ്പോൾ ആ ധനത്തിന്റെ വഞ്ചനയിൽ നമ്മുടെ ഉള്ളം പെട്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മളാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഏറെ മുള്ളുകൾക്കിടയിൽ വീണുപോയവനാണ്, എന്നാൽ ദൈവത്തിന്റെ വചനം എന്നെ പിടിച്ചുയർത്തിയതിന് ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. നാം ഒരു തീരുമാനമെടുത്തു. ധനത്തിന്റെ വഞ്ചനയിൽ ഇനി പെട്ടുപോകില്ല. ആർക്കെങ്കിലും കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ കർത്താവ് പറഞ്ഞത് അത് വിട്ടേക്കാനാ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പിന്നാലെ വെറുപ്പ് വെച്ചുകൊണ്ട് കോപം വെച്ചുകൊണ്ടിരിക്കാനല്ല. അതിന്റെ അർത്ഥം ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും വാങ്ങിയാൽ തിരിച്ചു കൊടുക്കരുതെന്നല്ല. നിന്റെ കയ്യിൽ ദൈവം നന്മ തന്നു കഴിയുമ്പോൾ അത് കൊടുത്തു തീർക്കണം. ഹല്ലേലൂയ. ഇന്ന് സന്തോഷത്തോടെ നിങ്ങളുടെ മുന്നിൽ എനിക്കൊരു കാര്യം പ്രസ്താവിക്കാനുണ്ട്. ഈ തീരുമാനം ഞാൻ എന്നെടുത്തോ, ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഈ തീരുമാനം ഞാൻ എടുത്തതോടുകൂടെ ധനത്തിന്റെ വഞ്ചനയിൽ ഞാൻ പെടില്ല. ധനത്തെ കുറിച്ചുള്ള ആകുലതയിൽ ഞാൻ ഇനി ജീവിക്കില്ല. ധനം എനിക്ക് വിഷയമല്ല. എന്റെ ധനം സ്വർഗത്തിലെ ധനമാണ്. അത് ആത്മീയ ധനമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അത് വാഗൊണ്ട് നിങ്ങളോട് പഠിപ്പിച്ച് കഴിഞ്ഞതോടുകൂടെ എന്റെ ജീവിതത്തിൽ ഇന്നു വരെ ഉണ്ടായിരുന്ന ഈ ലോകത്തിലെ കടങ്ങളെല്ലാം ഈ കഴിഞ്ഞ ആഴ്ച നീക്കപ്പെട്ടു. ഞാൻ അന്വേഷിച്ചു. എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ വിട്ടുപോയത് എനിക്ക് കൊണ്ട് തന്ന് അത് ബ്രദർ എടുത്തോ എന്ന് പറയാതെ എപ്പോഴെങ്കിൽ തന്നാ മതി എന്ന് പറഞ്ഞവ, ഇനി തരണമെന്ന് പോലും പറയാത്തവരെ ഞാൻ പ്രാർത്ഥിച്ച് കണ്ടെത്തി. ഞാൻ അവരെ ഫോൺ ചെയ്ത് അവരുടെ ഗൂഗിൾ പേ നമ്പർ മേടിച്ച് അവർക്ക് ഇട്ടുകൊടുത്തു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ധനത്തിന്റെ മോഹത്തിനകത്തു നിന്ന്, ധനത്തിന്റെ ചിന്തക്കകത്തു നിന്ന് എപ്പോൾ നിങ്ങൾ പൂർണ്ണമായി വിടുതൽ പ്രാപിക്കുന്നു, അപ്പോൾ സ്വർഗത്തിലെ കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങും. എന്റെ കയ്യിൽ ദൈവം ഇട്ടു തന്നത് മുഴുവൻ ഞാൻ അതുപോലെ കൊടുത്ത് ഞാൻ ഇന്ന് ഫ്രീ ആയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ധനത്തിന്റെ വഞ്ചനയുടെ പിന്നാലെ പോകേണ്ടതില്ല. നിങ്ങൾക്ക് വേണ്ടത് തരാൻ വേണ്ടി നിങ്ങൾ കഷ്ടത ഓവർ സഹിക്കേണ്ട കാര്യവുമില്ല. എല്ലാം അവന്റെ കൃപയാലാണ് നടക്കുന്നത്. Hallelujah. Praise the Lord. Hallelujah. Jesus. Shakaralakapa. ഒരു ജോലിക്ക് വേണ്ടി, ഒരു വരുമാനത്തിന് വേണ്ടി എത്രയും ആഗ്രഹിച്ചു, എത്രയും പ്രാർത്ഥിച്ചു. എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിൽ മറ്റാർക്കെങ്കിലും ജോലി കൊടുക്കാൻ തക്ക വിധം ചില വാതിലുകൾ എനിക്ക് തുറന്നു തന്നു. എന്നോട് അവർ പറഞ്ഞു, ഇന്ന കാര്യങ്ങളുള്ളവരുണ്ടെങ്കിൽ അവരെ ജോലിക്ക് വിടാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഗീതനൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇന്നതൊക്കെ ഉണ്ടെങ്കിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്ന മോക്ക് ഇന്നതൊക്കെ ഉണ്ടെങ്കിൽ, അവൾ ഇന്നതിലൊക്കെ ഒക്കെ ആണെങ്കിൽ അവൾക്ക് ജോലി സാധ്യത ഇതാ തുറന്നിരിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. നിങ്ങൾ ലോക ചിന്തകളിൽ നിന്ന് വിടുവിക്കപ്പെടാൻ തുടങ്ങിയാൽ, ലോകത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ അകന്നു പോകാൻ തുടങ്ങിയാൽ, ഈ ലോകത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ ഉന്നതത്തിലെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2025 നമ്മുടെ പിന്നിലേക്ക് പോവുകയാണ്. 2025 നമുക്ക് പരാജയം വന്നിട്ടുണ്ടാകാം, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം, നന്മകൾ ഉണ്ടായിട്ടുണ്ടാകാം, അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ചിലരെത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ട് നമുക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടാകാം. എന്നാൽ 2026 നിങ്ങൾക്ക് സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ധാരാളമായി അനുഭവിക്കാൻ അവസരം തരാൻ പോവുകയാണ്. എന്നാൽ നമ്മുടെ ദൈവം അനുഗ്രഹം മാത്രം തരുന്നവനാണ്. ഹല്ലേലൂയ.
Praise the Lord. Hallelujah. അബ്രഹാമിനെ ദൈവം വിളിച്ചു, അല്ലേ? വേർതിരിച്ചു. ഏകനായി നിന്നവൻ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും സമൃദ്ധമായി. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 25-ാമത്തെ തിരുവചനം. അപ്പോസ്തല പ്രവൃത്തി 3:25. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും. ഭൂമിയിലെ സകല വംശങ്ങളും. ശ്രദ്ധിച്ചേ, ഒരുവൻ ഏകനായി അവന്റെ ഭവനത്തിൽ മറ്റാരും ദൈവശബ്ദം കേട്ടു നിൽക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ ധൈര്യത്തോടെ ഒരുവൻ ഇറങ്ങി വന്നു. അവൻ ദൈവത്തിന്റെ വാക്കനുസരിച്ചു. അവനോട് ദൈവം പറഞ്ഞു, നിന്റെ ചർച്ചക്കാരെ വിടുക, അവരെ വിട്ടു. നിന്റെ ഭവനത്തെ വിടുക, അവരെ വിട്ടു. നിന്റെ ദേശത്തെ വിടുക, അത് വിട്ടു. ഞാൻ കാണിച്ചു തരുന്ന റൂട്ടിൽ നീ സഞ്ചരിക്കുക, പോകുക. അവനത് അനുസരിച്ചു. എന്താ ഫലം ഉണ്ടായത്? നീ അത് ചെയ്തതുകൊണ്ട് നീ മാത്രമല്ല, നിന്റെ സന്തതികൾ മാത്രമല്ല, നീ മൂലം ഭൂമിയിലുള്ള സകല ജാതികളും സകല വംശങ്ങളും എന്റെ അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ദൈവത്തിന്റെ വാക്കുകൾക്ക് യെസ് പറഞ്ഞ് ആമേൻ പറഞ്ഞ് വാഗൊണ്ടല്ല, ഹൃദയം കൊണ്ട് നീ സമർപ്പിച്ചാൽ, നീ ഏൽപ്പിച്ചു കൊടുത്താൽ, പഴയതിനോട് വിട പറഞ്ഞാൽ, അബ്രഹാമിനെ പോലെ അനുഗ്രഹം പ്രാപിക്കുക മാത്രമല്ല, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ കൊടുക്കുന്നവനുമായി തീരാൻ പോവുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ അനുഗ്രഹം. ഒന്നുകൂടെ പറഞ്ഞേ അനുഗ്രഹം. ബ്ലെസ്സിംഗ്. ഹല്ലേലൂയ. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും. സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടുന്നവർ നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ കാര്യമാണ് ഉൽപ്പത്തിയിലൂടെ അബ്രഹാമിനോട് ദൈവം സംസാരിച്ചത്. ദൈവം ഇന്ന് നിങ്ങൾക്കൊരു ദൂത് തരുമ്പോൾ നിങ്ങൾ അറിഞ്ഞോണം, അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സെൽഫിഷ് ആകരുത്. അത് നിങ്ങളിലൂടെ അനേകർക്ക് നൽകുവാൻ ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്നേ ഉള്ളൂ. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. എന്താ ഇതിന്റെ അർത്ഥം? ദൈവം നിങ്ങൾക്കൊരു പ്രോമിസ് തരുമ്പോൾ, ദൈവം നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് തരുമ്പോൾ, അത് നിങ്ങൾക്ക് മാത്രം ഇരിക്കാനല്ല, നിങ്ങളത് പകരാൻ തുടങ്ങുമ്പോൾ ഒരു നിറഞ്ഞ് കവിയുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകാൻ തുടങ്ങും. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞത് ആരൊക്കെ അനുഗ്രഹിക്കപ്പെടുമെന്ന? ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹിക്കപ്പെടും. ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ അനുഗ്രഹം കാത്തിരിക്കുകയാണ്. നിന്റെ ഭവനം മാത്രമല്ല, നിന്റെ ദേശം മാത്രമല്ല, നിന്റെ ചുറ്റുപാട് മാത്രമല്ല, ഭൂമിയിലുള്ള സകല വ്യക്തികളും അനുഗ്രഹത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. നിന്നിലൂടെ അത് സംഭവിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ബ്ലെസ്സിങ്സ്, അനുഗ്രഹം. അതിന് ഹെബ്രായ ഭാഷയിൽ പറയുന്നത് ബരാക്ക് എന്നാണ്. ബരാക്ക, ബരാക്ക മേസ്ട്രി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ബരാക്ക. ഹല്ലേലൂയ. എന്താണ് അതിന്റെ അർത്ഥം? അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള അഭിവൃദ്ധി, സംരക്ഷണം, ദൈവത്തിന്റെ കൃപയുടെ വർധനവ്. പ്രൈസ് ദി ലോർഡ്. ഇത് ലഭിക്കുന്നത് ഉന്നതത്തിൽ നിന്നാണ്, സ്വർഗത്തിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. വരുന്ന ഒരു കൈമാറ്റമാണ്. നാം നമ്മുടെ തലമുറയ്ക്ക് കൈമാറാറുണ്ടല്ലോ പലതും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ഒരു വ്യക്തിക്ക് കൊടുക്കാനുള്ളൊരു തുക അയച്ചു കൊടുത്ത് അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ അപ്പൻ മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ പറഞ്ഞു. അവർ പെട്ടെന്ന് എടുത്തു പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പേ സ്വത്തൊക്കെ എല്ലാം കൈമാറി ക്ലിയർ ആക്കിയായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അടിയൊന്നും ഉണ്ടായില്ല അല്ലേ? എല്ലാം ക്ലിയർ ആക്കി. അപ്പോൾ ഒരു കൈമാറ്റം, അപ്പൻ്റെ കയ്യിലുള്ളത്
കൈമാറുകയാണ്. അപ്പം നിങ്ങൾ അറിഞ്ഞോണം, ദൈവത്തിൻ്റെ ഈ അനുഗ്രഹം ദൈവത്തിൻ്റെ കയ്യിലുള്ളത് തൻ്റെ മക്കൾക്ക് കൈമാറുന്നതാണ്. നിങ്ങൾ ഈ ചുക്കും ചുണ്ണാമ്പിനും വേണ്ടി അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ വലിയത് വാങ്ങാൻ നോക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൈമാറി നിങ്ങൾക്ക് തരികയാണ്. ഞാൻ കർത്താവിൻ്റെ അനുഗ്രഹത്തെ പ്രാപിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം, ഒന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് തരാം. നന്ദി പ്രകാശിപ്പിക്കുന്ന ഹൃദയമുള്ളിടത്ത് ധാരാളമായി അനുഗ്രഹ കൈമാറ്റം നടക്കും. എന്ത് ചെയ്യുന്നുള്ളത്? നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നന്ദി ദൈവമേ, അല്ലേ? നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എന്തിനാ നന്ദി പറയുന്നത്? അവിടുന്ന് തന്നെ ഓരോ കാര്യത്തിനും നന്ദി. പ്രൈസ് ദി ലോർഡ്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ഗ്രീക്കില് പറയുന്നത് മഗാരിയോസ് എന്നാണ്. എല്ലാവരും പറഞ്ഞ എന്താണ്? മഗാരിയോസ്. ഹെബ്രായയില് ബരാഖ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തൻ്റെ സൃഷ്ടികളുമായി തൻ്റെ ജീവിതത്തെ തന്നെ സജീവമായി പങ്കിടുന്നതാണ് ഇത്. ഏത്? മഗാരിയോസ്. താൻ സൃഷ്ടിച്ച തൻ്റെ സൃഷ്ടികളുമായി തൻ്റെ ജീവിതത്തെ മുഴുവനായി സജീവമായി പകരുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിന് തന്നത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലാകുന്നുണ്ടോ? തൻ്റെ ജീവിതത്തെ തന്നെ ക്രിസ്തു നമുക്കായി നൽകുന്നതാണ് ബ്ലെസ്സിങ്സ്. യേശു തൻ്റെ ജീവിതത്തെ നമുക്കായി തന്നത് തന്നെ ഉന്നതത്തിൽ നിന്ന് വന്ന ബ്ലെസ്സിംഗ് ആണത്. അതിന് വെറുതെ നന്ദിയല്ല പറയേണ്ടത്, കണ്ണീരോടെ തൻ്റെ ജീവിതത്തെ തന്നെ തനിക്കായി നൽകിയ അനുഗ്രഹം. Praise the Lord. Praise the Lord. ഈ മഗാരിയോസിന്റെ വേറെ ഒരർത്ഥം സന്തോഷവും ക്ഷേമവും പകരപ്പെടുന്നു ഈ അനുഗ്രഹത്തിലൂടെ എന്നാ. ഏത് സന്തോഷം? യഥാർത്ഥ സന്തോഷം, സ്വർഗീയ സന്തോഷം. ഈ യഥാർത്ഥ സ്വർഗത്തിൽ നിന്നുള്ള ഈ അനുഗ്രഹം, ബ്ലെസ്സിംഗ് ആയ സന്തോഷം നമുക്ക് കിട്ടിയാൽ ഇവിടുത്തെ പ്രശ്നങ്ങളോ നിരാശകളോ നമ്മുടെ സന്തോഷത്തെ കളയാൻ പറ്റില്ല. അതുകൊണ്ട് യേശു പറഞ്ഞത്, ഞാൻ ഒരു സമാധാനം നിങ്ങൾക്ക് തരുന്നുണ്ട്, അതൊരു ബ്ലെസ്സിംഗ് ആണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകത്തിലെ അല്ല, ലോകത്തിനുള്ളതല്ല, നിങ്ങൾക്ക് തരുന്നതാണ്. ഹല്ലേലൂയ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്തു സംഭവിച്ചാലും എന്തു പോയില്ല, സമാധാനം പോയില്ല. മഗാരിയോസിന്റെ മറ്റൊരർത്ഥമാണ് പാപമോചനം. ഒരു അനുഗ്രഹമാണ്. വീണ്ടെടുപ്പ് ഒരു അനുഗ്രഹമാണ്. വിശുദ്ധീകരണം ഒരു അനുഗ്രഹമാണ്. എത്ര പേര് നമുക്ക് രക്ഷ തന്നതിന് എപ്പോഴും നന്ദി പറയുന്നുണ്ട്. ആ കൊന്ത ഈ കിന്തയും ആ പള്ളി ഈ കിള്ളിയും അതും ഇതും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന വിഗ്രഹങ്ങളുടെ പിന്നാലെ, അല്ലെ വിജാതീയ ദൈവങ്ങളെ മന്ത്രം തന്ത്രം ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന നമ്മളെ വചനം അയച്ച് വിശുദ്ധീകരിച്ച്, പ്രൈസ് ദി ലോർഡ്, ദൈവമില്ല എന്ന് പറഞ്ഞ് നമ്മളെ സ്വന്തമാക്കി നമ്മളെ വീണ്ടെടുത്തതിന് ഹൃദയം തുറന്ന് എത്ര പേര് നന്ദി പറയാറുണ്ട്. കഥാവ് നോക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് കൊടുത്ത ഒന്നിനും ഒരാൾക്ക് നന്ദി പറയാനില്ല. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയോ ചെവിയുടെ ഈ ഭാഗത്തെ കർത്താവ് തൊടുന്നുണ്ട്. ഈ അസ്ഥി ഈ ഭാഗങ്ങൾ കൂടി ആരെയോ ഗൂഗിൾ മീറ്റിലോ യൂട്യൂബിലോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ഭാഗത്തേക്ക് യേശുവിൻ്റെ ജീവൻ വെളിപ്പെടട്ടെ. അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ. In the name of Jesus. Praise the Lord.
വിശുദ്ധീകരിക്കപ്പെട്ടതിന് എത്ര പേർ നന്ദി പറഞ്ഞിട്ടുണ്ട്? ഓ കർത്താവേ, ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് തന്നെ പൂർണ്ണമായി നീ വിശുദ്ധീകരിച്ചല്ലോ. പണ്ടെന്റെ ചിന്തകൾ എപ്പോഴും മലിനമായിരുന്നു, എന്നാൽ നീ എന്നെ വിശുദ്ധീകരിച്ചല്ലോ. എത്ര പേര് നന്ദി പറയാറുണ്ട്? ആരോ പറയാ ഇതുവരെ പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. മാറിയിട്ടില്ല. ഹല്ലേലൂയ. ആ ബ്ലെസ്സിങ് നീ സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു. നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ വചനത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് വരുന്ന ബ്ലെസ്സിങ്സ് നീ നഷ്ടപ്പെടുത്തി കളയരുത്, നീ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ പഴയ നിയമത്തിൽ ലോകപ്രകാരമുള്ള ബ്ലെസ്സിങ്സിനെ കൂടുതൽ എടുത്ത് കാണിക്കുന്നു എങ്കിൽ പുതു നിയമത്തിലേക്ക് വരുമ്പോൾ പുതു നിയമത്തിൽ ഏറെ അനുഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആത്മീയ അനുഗ്രഹങ്ങൾക്കാണ്. ഹല്ലേലൂയ. ആത്മീയ അനുഗ്രഹങ്ങൾക്കാണ് പുതിയ നിയമം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ആത്മീയ അനുഗ്രഹം നിനക്ക് കിട്ടുമ്പോൾ ഭൗമികമായി നിനക്ക് ആവശ്യമുള്ളത് ലഭിക്കും. ദൈവത്തിലുള്ളത് നമ്മുടെ മേൽ പകരുകയും, ശ്രദ്ധിച്ചേ, ദൈവത്തിലുള്ളത് നിന്റെ മേൽ പകരുകയും അത് ഈ ഭൂമി മുഴുവനും വ്യാപിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് അനുഗ്രഹത്തിന്റെ പിന്നിലുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? അനുഗ്രഹം എന്ന് പറഞ്ഞ് നിനക്ക് മാത്രമല്ല, നീ അത് സ്വീകരിക്കണം. സ്വീകരിച്ചിട്ട് നിന്നിലൂടെ നിന്റെ ചുറ്റുപാടുകളിലേക്കെല്ലാം ഒഴുകുക, വർദ്ധിപ്പിക്കുക. ഇപ്പം നിങ്ങളുടെ അകത്ത് സന്തോഷം കിട്ടിയാൽ അത് നിന്റെ സന്തോഷം എന്നല്ല, നിനക്ക് സന്തോഷം ഉണ്ടാകും. നീ പോകുന്നിടത്തെല്ലാം അത് പടരും, നീ സംസാരിക്കുന്നിടത്ത് അത് പടരും, നീ കൈ കൊടുക്കുന്നിടത്ത് അത് പടരും. വലിയ കലഹം നടക്കുന്ന വീട്ടിലേക്ക് നീ കാലെടുത്ത് വെക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് അവരറിയാതെ അത് അഴിഞ്ഞു പോകും. ഇപ്പൊ ചിലരുടെ വിചാരം ഇത് മനുഷ്യർക്ക് മാത്രമാണ് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുള്ളൂന്നാണ്. ഈ ലോകത്തിലുള്ള സകലരും ദൈവത്തിലുള്ള അനുഗ്രഹം പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാണ് നിങ്ങളെ വിളിച്ച് നിങ്ങളെ ഈ അനുഗ്രഹത്താൽ നിറയ്ക്കുന്നത്. അപ്പൊ ലോകത്തിലുള്ള മനുഷ്യർക്ക് മാത്രമല്ല ദൈവം ഈ അനുഗ്രഹം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, സകല ജീവജാലങ്ങൾക്കും ഇത് നൽകാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? ബ്ലെസ്സിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ, നിങ്ങൾ പോകുന്നിടത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത്, നിങ്ങളുടെ സഭയിലുള്ളവർക്ക്, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങൾ കയറുന്ന വാഹനത്തിൽ, ബസ്സിൽ നേരം പേര് ഭാരപ്പെട്ടു പോകുന്നുണ്ട്, മരിച്ച വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, ആക്സിഡന്റ് നടന്ന വിവരം അറിഞ്ഞുകൊണ്ട് ബസ്സിൽ പോകുന്നവരുണ്ട്. അവരുടെ ഉള്ളത്തിലേക്ക് സന്തോഷത്തെ പകരുവാനാണ് ദൈവം തൻ്റെ അനുഗ്രഹം എന്ന പദ്ധതി നിന്റെ ഉള്ളിലിട്ടിരിക്കുന്നത്. അപ്പൊ സകല ജീവികൾക്കും, കരടിക്കും പൂച്ചയ്ക്കും മത്സ്യത്തിനും ഒക്കെ കൊടുക്കാനാണ് ദൈവത്തിന്റെ പദ്ധതി കേട്ടോ. ഉൽപ്പത്തി 1:22 വായിക്കാമോ? ഉൽപ്പത്തി 1:22. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൻ, പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു ദൈവം അവയെ അനുഗ്രഹിച്ചു. നോക്കിയേ, കടലിലുള്ള മത്സ്യങ്ങളെ ദൈവം സൃഷ്ടിച്ചു. വെള്ളത്തിൽ ചരിക്കുന്ന പർവ്വജാതികളെയും സൃഷ്ടിച്ചു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ വർദ്ധിച്ച് പെരുകി. അപ്പൊ ഈ സൃഷ്ടജാലങ്ങൾക്ക് പോലും ഒരു വർധനവും പെരുകലും ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനിലിരുന്നോ, നോ പ്രോബ്ലം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വർദ്ധിച്ചു പെരുകണം, നിങ്ങളിൽ ഒരു വർധനവുണ്ടാകണം. അത് മനുഷ്യരിൽ മാത്രമല്ല, സകല ജീവജാലങ്ങളിലും. എന്നിട്ടൊരു പെരുകലുണ്ടാകണം. എന്നിട്ട് പറയാ, സമുദ്രത്തിലെ വെള്ളത്തിൽ നിറയുവിൻ. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം നിറവാണ്.
നിങ്ങളിൽ അല്പം സന്തോഷമല്ല, അല്പ സമാധാനമല്ല, അല്പ വചനമല്ല, നിങ്ങൾ അങ്ങോട്ട് നിറയണം. സ്വർഗത്തിലുള്ള സകല നന്മകളാലും നിറയപ്പെടണം. ഈ അല്പം കൊണ്ട് നിങ്ങൾ സമാധാനം കണ്ടെത്തരുത്. അല്പം കൊണ്ട് നിങ്ങൾ യെസ് മതി എന്ന് പറയരുത്. പ്ലീസ് ലോർഡ്. നിങ്ങൾ എത്രത്തോളം ഇതിനു വേണ്ടി തുറന്നു വെക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് കിട്ടും. എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മതി എന്ന് പറഞ്ഞപ്പോൾ എണ്ണ നിന്നു. എല്ലാരും പറഞ്ഞ് നിറയുക. ഒന്നുകൂടെ പറഞ്ഞ് നിറയുക, കവിയുക, ഒഴുകുക. അയ്യോ, നമ്മുടെ അകത്ത് അത് നിറയാതെ എങ്ങനെ കവിയും? നിറയാതെ എങ്ങനെ തുളുമ്പും? ഗ്ലാസിന്റെ അടിയിൽ ഒരു ഇച്ചിരി കിടക്കുന്ന വെള്ളം തുളുമ്പുവോ? ഇല്ല. അര ഗ്ലാസ് ആയാലും തുളുമ്പല്ല. നിറച്ചു വെച്ചാൽ തുളുമ്പാ. അപ്പൊ നിങ്ങളൊരു ക്ലാസ്സിൽ തൃപ്തിപ്പെടരുത്, അര ക്ലാസ്സിൽ തൃപ്തിപ്പെടരുത്. നിറഞ്ഞ് കവിയണം നിങ്ങളുടെ അകത്ത് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ. പർവ്വജാതികളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ പെരുകുക എന്ന് കൽപ്പിച്ചു, അവയെ അനുഗ്രഹിച്ചു. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? 1:22 ഒരിക്കൽ കൂടി വായിച്ചേ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവേൻ. സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവേൻ. പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു ദൈവം അവയെ അനുഗ്രഹിച്ചു. അവയെ അനുഗ്രഹിച്ചോ? ബ്ലെസ്സിങ്സ് കൊടുത്തോ? മനുഷ്യർക്ക് മാത്രമാണോ ബ്ലെസ്സിങ്സ്? സകല ജീവജാലങ്ങൾക്കും ദൈവം ബ്ലെസ്സിങ്സ് കൊടുത്തു. And God blessed them, saying, be fruitful and multiply. Praise the Lord. And fill the waters in the seas. Hallelujah. Multiply in the earth. ഭൂമിയിലും വെള്ളത്തിലും. നിങ്ങൾ എവിടെ പോയാലും അവിടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ നിങ്ങളിലൂടെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജോലിക്ക് പോകുന്നിടത്ത് ഒഴുകേണ്ടത് പരദൂഷണമല്ല, പ്രൈസ് ദി ലോർഡ്, കുറ്റം പറച്ചിലല്ല. ഹല്ലേലൂയ. സ്വർഗീയ അനുഗ്രഹങ്ങൾ നിങ്ങളിലൂടെ ഒഴുകാൻ തുടങ്ങണം. നീയും ഞാനും അനുഗ്രഹിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള കാര്യമാണ് ഒരു സ്നേഹിതൻ എന്ന പോലെ ദൈവം അബ്രഹാമുമായി സംസാരിച്ചത്. എപ്പോൾ? നൂറ്റാണ്ടുകൾക്ക് മുൻപ്. ഉൽപ്പത്തി 22:18. നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുക. എന്താ ദൈവം സത്യം ചെയ്തു പറഞ്ഞത്? നീ അനുഗ്രഹം നമ്മൾ ആദ്യം പിടിക്കും. അങ്ങനെയല്ല, നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്നിലൂടെയും നിന്റെ സന്തതിയിലൂടെയും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അല്ലെ, സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ശ്രദ്ധിച്ച്, അടുത്ത കീ എന്താണ്? അനുസരണം. ആരുടെ വാക്ക്? ദൈവത്തിന്റെ വാക്ക്. ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്നിടത്തെല്ലാം ബ്ലെസ്സിങ്സ് ഒരു മഴ പോലെ ഒഴുകാം. ഹലോ, നിങ്ങൾ എത്ര പേർ ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നു? നിങ്ങൾ എത്ര പേർ ദൈവത്തിന്റെ വാക്ക് വായിക്കുന്നു? ദൈവത്തിന്റെ വാക്ക് ഹൃദയത്തിൽ സ്വീകരിക്കുന്നു? നീ എന്റെ വാക്ക് കേട്ടത് കൊണ്ട് എന്ന് മാത്രമല്ല, കേട്ടാലേ അനുസരിക്കാൻ പറ്റുകയുള്ളൂ. അനുസരിച്ചത് കൊണ്ടാണ് അത് ലഭിക്കുന്നത്. നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ അനുഗ്രഹത്തെ അനുഭവിക്കണമെന്നും അതിൽ നിങ്ങൾ സന്തോഷിക്കണമെന്നുമാണ് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ഈ അനുഗ്രഹം കേൾക്കാനല്ല, അത് അറിയാനല്ല, നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
ദൈവം വാസ്തവമായും അനുഗ്രഹങ്ങളെ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് എടുക്കുന്നത് ആണ്. ഞാൻ 1-2 പോയിന്റുകൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഒന്ന്, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് എടുക്കപ്പെടും. 2, അവന്റെ വാക്ക് നിങ്ങൾ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളിലേക്ക് എടുക്കപ്പെടും. അപ്പൊ നന്ദി പറയാതിരിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോ അനുഗ്രഹത്തിന്റെ ഓപ്പോസിറ്റ് ഏതാ? പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ദൈവ പൈതൽ നന്ദിയൊന്നും പറയുന്നില്ല. ഞായറാഴ്ച പോകും, വചനം കേൾക്കും, അന്നേരം ഭയങ്കര സ്തോത്രം, കഴിഞ്ഞിട്ട് ഈ പരിപാടിയൊന്നുമില്ല, നന്ദിയില്ല. ദൈവ പൈതല് വചനം വായിക്കും, വചനം കേൾക്കും, പക്ഷെ കേൾക്കും, വായിക്കും, അറിവ് സമ്പാദിക്കും, പക്ഷെ അനുസരിക്കുന്നില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കൽ ആര് കയറും? അനുഗ്രഹം അല്ല കയറുക. അതുകൊണ്ട് ആ വചനം ആവർത്തന പുസ്തകം, നിയമാവർത്തനം 11, ആവർത്തന പുസ്തകം 11:26. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. എല്ലാ ജനതകളുടെയും മുമ്പിൽ ഇത് രണ്ടും ഉണ്ട്. ഇത് സ്വർഗം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇത് നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങളാണ് ഇത് ക്രിയവിക്രയം ചെയ്യേണ്ടത്. എന്നിട്ട് പറയുകയാണ് ബാക്കി, ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നു എങ്കിൽ അനുഗ്രഹവും. ഉണ്ടോ? അവന്റെ വാക്കുകൾ, അവന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നെങ്കിൽ അനുഗ്രഹവും. നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാലും, നിങ്ങൾ എത്ര അനുസരിക്കുന്നു എന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെയോ അനുസരണക്കേട് കാണിക്കുന്നുണ്ട്. എന്താണ് അത്? നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണ് കുഴപ്പം. നിങ്ങൾ ഇറങ്ങി വരികയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ബ്ലെസ്സിങ്സ് നമ്മുടെ ഉള്ളിൽ ജീവനായി മാറുന്നത് നാം ദൈവത്തെ ഒബേ ചെയ്യുമ്പോഴാണ്. അതിനാൽ അനുസരണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകട്ടെ. ദൈവത്തിന്റെ വചനത്തെ തിരസ്കരിക്കാതെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അറിയിക്കുന്ന വാക്കുകളെ തുച്ഛീകരിക്കാതെ, ദൈവത്തിന്റെ ഹിതത്തെ അനുസരിക്കുന്ന ഒരു ഹൃദയം ആത്മാവിനാൽ നിങ്ങളിൽ സംജാതമാകട്ടെ. നിങ്ങൾ എന്താണ് അനുസരിക്കേണ്ടത്? Obey the commandments of the Lord. അല്ലേ? ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ കൽപ്പന, ദൈവം പറഞ്ഞത്, ആത്മാവ് പറഞ്ഞത് എപ്പോഴനുസരിക്കണം? എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന, അല്ലേ? നാളെയാണോ അനുസരിക്കേണ്ടത്? എപ്പോഴനുസരിക്കേണ്ടത്? This day. അന്നന്ന്. ഹലോ, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. പോയി അത്. അടുത്ത ആഴ്ച ശരിയാക്കാം, അടുത്ത ദിവസം ശരിയാക്കാം. ബ്രദർ, അടുത്തതിന്റെ പിന്നത്തെ സൺഡേ ശരിയാക്കാം. പോയി അപ്പൊ തന്നെ. നിങ്ങളുടെ വായിന്നത് പുറത്തു വന്നപ്പോൾ തന്നെ, നിങ്ങളുടെ ഹൃദയത്തിൽ ആ തീരുമാനം എടുത്തപ്പോൾ തന്നെ നിങ്ങളുടെ ബ്ലെസ്സിങ് കട്ട് ഓഫ് ആയി. നാളത്തേക്കല്ല, ഇന്നനുസരിക്കുവാൻ പഠിക്കുക. ഈ ശാപത്തിന് ദിവസമൊന്നുമില്ല. ഇന്ന് നിങ്ങൾ അവിടുത്തെ കൽപ്പന, ഹിതം അനുസരിക്കാതിരുന്നാ മതി, അവൻ കയറി വരും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ വചനം നിങ്ങൾ കേട്ടാൽ അനുഗ്രഹം, നിങ്ങളിൽ വചനം ഇരുന്നാൽ അനുഗ്രഹം, നിങ്ങൾ അനുസരിച്ചാലോ പറയണ്ട. നിങ്ങൾക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും അനുഗ്രഹം. ഈ ദൈവത്തിന്റെ വചനം എവിടെ ഇരിക്കുന്നോ അവിടെ ബ്ലെസ്സിങ്സ് ആകട്ടോ. ദൈവത്തിന്റെ ആലോചന ഹൃദയത്തിൽ സൂക്ഷിക്കുന്നിടത്ത് ബ്ലെസ്സിങ്സ് ആണ്.
ഈ വാഗ്ദാന പേടകം മറ്റെവിടെയും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ഭവനത്തിൽ ഒരു പ്രാവശ്യം കൊണ്ടുവച്ചു. 3 മാസം അവിടെ ദൈവത്തിന്റെ കൽപ്പനകൾ ഇരുന്നു. 1 ദിനവൃത്താന്തം 13:14. 1 ദിനവൃത്താന്തം 13:14. ദൈവത്തിന്റെ പെട്ടകം ഒബേദ് ഏദോമിന്റെ കുടുംബത്തോടു കൂടെ 3 മാസം അവന്റെ വീട്ടിലിരുന്നു. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ, എത്ര മാസമാ? 3 മാസം. ദൈവത്തിന്റെ വചനം അതുപോലെ നിങ്ങളുടെ അകത്ത് ഒരു 3 മാസം ഇരുന്നാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ മാറുന്നത് കാണും. പ്രൈസ് ദി ലോർഡ്. കിട്ടിയോ? ഒരു മാറ്റവുമില്ലാതെ. നമുക്ക് വരുന്ന കുഴപ്പം എന്നാണെന്നറിയോ? നമ്മൾ ആ മോഹമൊക്കെ മാറ്റി വെച്ചു. 1 ദിവസം, 2 ദിവസം, 3 ദിവസം, 5 ദിവസം, 12 ദിവസം, 17ാമത്തെ ദിവസം ടീം താഴെ. യഹോവ ഓബേദ് ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. കുടുംബത്തെയും അനുഗ്രഹിച്ചു, സകലത്തെയും. ഹല്ലേലൂയ. Ark of God. ദൈവത്തിന്റെ മുഴുവചനത്തെയും നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ തുടങ്ങുക. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെ നിങ്ങൾ ഉള്ളത്തിൽ സ്വീകരിക്കാൻ തുടങ്ങുക. വചനം 3 മാസം അവന്റെ അകത്തിരിക്കാൻ അവൻ അനുവാദം കൊടുത്തപ്പോൾ അവന്റെ ഫാമിലി മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു. അപ്പൊ ഏതെങ്കിലും മേഖലയിൽ അനുഗ്രഹം വെളിപ്പെടാതെ തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരു 3 മാസം പോലും ദൈവത്തിന്റെ വചനത്തെ ഉള്ളിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയാത്തത് കൊണ്ടാണ്. ഞാൻ ഇനിയും ഭാര്യയോട് പടങ്ങില്ല, അവളുടെ സ്വഭാവം ഇങ്ങനെയാണ്, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇങ്ങനെയാണ്, പക്ഷെ ഞാനില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണുപോയി. അവൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി ശക്തി പ്രാപിച്ച് 3 മാസമെങ്കിലും അവൻ പിടിച്ചു നിന്നാൽ അവന്റെ ഫാമിലി അനുഗ്രഹം പ്രാപിക്കുന്നു. ആർക്കൊക്കെയോ ഉള്ള ദൂതാണ്. മുറുക്ക പിടിച്ചോ, ഏറ്റെടുത്തോ. ഹല്ലേലൂയ. ദൈവവചനം നമ്മിൽ ഇരിക്കുക, അതിനെ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം നമ്മിൽ വന്നു, ദൈവരാജ്യത്തിൽ നാം നിലനിൽക്കുന്നു എന്നാണ് അർത്ഥം. മറ്റേത് ദൈവരാജ്യത്തിൽ 2 ദിവസം നിൽക്കും, 2 ദിവസം പുറത്ത് നിൽക്കും. അതാണ് ഈ കുഴപ്പം. ദൈവത്തിന്റെ ആത്മാവ് വേണ്ട വേണ്ടാന്ന് വെളിപ്പെടുത്തി തന്നാൽ 2 ദിവസം, 3 ദിവസം, 4 ദിവസം, 8 ദിവസം, 10 ദിവസം. അപ്പോൾ ദൈവരാജ്യം നമ്മിൽ വന്നാൽ ദൈവരാജ്യത്തിലെ ബ്ലെസ്സിങ്സ് നാം അനുഭവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആവർത്തന പുസ്തകം 15:5. ആവർത്തനം 15:5. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി കൈവശമാക്കുവാൻ തരുന്ന ദേശത്ത് നിന്നെ ഏറ്റവും അനുഗ്രഹിക്കും. നിന്നെ ഏറ്റവും അനുഗ്രഹിക്കും. നിന്റെ അവകാശമാണ് ദൈവരാജ്യം. അത് ആക്ഷരികമായി വരാൻ പോകുന്നതാണ്, പക്ഷെ ഇപ്പോൾ തന്നെ ഉണ്ട്, നമ്മൾ വന്നു. ആ ദേശത്ത്, ആ ദൈവരാജ്യ അനുഭവത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങൾ ദൈവരാജ്യത്തിന്റെ നന്മകളെ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ, അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ തുടങ്ങുമ്പോൾ, ആത്മമണ്ഡലത്തിൽ മാത്രമല്ല ഭൗമിക മണ്ഡലത്തിലേക്കും അനുഗ്രഹം കവിഞ്ഞൊഴുകും. നിന്നെ മാത്രമല്ല, നിന്റെ ഭവനത്തിൽ മാത്രമല്ല, ജെറുസലേമിലേക്കും നന്മ വെളിപ്പെടാനാണ് സ്വർഗം നിന്നെ അനുഗ്രഹിക്കുന്നത്. നിന്റെ അനുഗ്രഹം ജെറുസലേമിലേക്ക് എത്തും. സങ്കീർത്തനം 128:5. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ആയുഷ്കാലം ഒക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ജീവിതകാലമൊക്കെയും ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. എന്താണ് യെരൂശലേം? പുതുനിയമ യെരൂശലേം ഏതാ?
സഭ. സഭയുടെ നന്മയെ കാണും. ദൈവത്തിന്റെ പദ്ധതി എങ്ങനെയാ? നീ അനുഗ്രഹിക്കപ്പെടുന്നത് സഭ അനുഗ്രഹിക്കപ്പെടാനാണ്. നിന്റെ ആയുഷ്കാലമൊക്കെയും സഭയുടെ നന്മയെ നീ കാണും. എന്താ കാര്യം എന്നറിയോ? ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്ന സ്വർഗീയ നന്മകൾ നിന്നിലൂടെ സഭയിലേക്ക് വെളിപ്പെടണം. നിനക്ക് ലഭിക്കുന്ന ഭൗമിക നന്മകൾ നിന്നിലൂടെ സഭയിലേക്ക് വെളിപ്പെടണം. ദൈവത്തിന്റെ ആലയത്തെ നടത്തുന്ന ന്യായപ്രമാണ കാലഘട്ടത്തിലുള്ള യെരൂശലേം ആലയത്തെ നടത്തുന്ന പുരോഹിതന്മാർക്ക് ഇസ്രായേൽ അവർക്ക് ലഭിക്കുന്ന നന്മകളുടെ മുഴുവൻ ഓഹരി നൽകുമായിരുന്നു. പുതു നിയമത്തിലേക്ക് വരുമ്പോൾ സഭയെ നയിക്കുവാൻ ദൈവം അധ്യക്ഷന്മാരാക്കി വെച്ചവരിലേക്ക് സഭയിലായിരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും പകരപ്പെടേണ്ടതുണ്ട്. എസെക്കിയേൽ 44:30. എസെക്കിയേലിന്റെ പുസ്തകം 44:30. സകലവിധ ആദ്യഫലങ്ങളിലും ഉത്തമമായതും വഴിപാടായി വരുന്ന എല്ലാ വക വഴിപാടും പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരേണ്ടതിനും നിങ്ങളുടെ തെരിമാവിന്റെ ആദ്യ ഭാഗവും പുരോഹിതന് കൊടുക്കണം. സകലവിധ ആദ്യഫലങ്ങളിലും. സകലവിധ ആദ്യഫലങ്ങൾ നിങ്ങൾ എത്ര പേർ കൊടുക്കാറുണ്ട്? സകലവിധ ആദ്യഫലങ്ങൾ. ആദ്യ ഫലങ്ങൾ കൊടുക്കാനല്ല പറഞ്ഞത്. ആ വചനം ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഒന്നുകൂടെ വായിച്ചേ. സകലവിധ ആദ്യ ഫലങ്ങളിലും ഉത്തമമായതും വഴിപാട്. ഏറ്റവും നല്ല കപ്പയുടെ ചോറ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ പറയാം. മനസ്സിലായോ? നമ്മൾ സാധാരണ ചെയ്യുന്നതിനാണ്. ഇത് കുറച്ചും കൂടെ നല്ല. അങ്ങോട്ട് മാറ്റി വെച്ചു. എങ്ങോട്ടാ? വീട്ടിലേക്ക് അല്ലേ? സ്വാഭാവികമായിട്ട് മനുഷ്യർ ചെയ്യുന്ന രീതിയല്ലേ? എന്നാൽ ഒരു ഇതിങ്ങ് പറിച്ചപ്പോ ആട്ടിപ്പൊളി. അപ്പം ആത്മാവിലുള്ളവൻ പറയാണ്, ഇത് സഭയ്ക്ക് കൈയടിച്ച് കത്താൻ നന്ദി പറഞ്ഞു. അനുഗ്രഹം പോകുന്ന വഴി കണ്ടോ? ഒരു കളിയിലോ. സകലവിധ ആദ്യ ഫലങ്ങളിലും ഉത്തമമായതും വഴിപാടായി വരുന്ന എല്ലാ വക വഴിപാടും. വഴിപാട് അല്ലേ? അതേതാ? എല്ലാ ആഴ്ചകളിലും എല്ലാ വക വഴിപാടും പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. അധ്യക്ഷന്മാർക്കുള്ളതായിരിക്കണം. അതെന്തിനാ? നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരേണ്ടതിനോ. നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരേണ്ടതിന്. അടുത്ത് പറയാണ്, നിങ്ങളുടെ തരിമാവിന്റെ ആദ്യ തരി പോലെയുള്ള മാവിന്റെ ആദ്യ ഫലമൊക്കെ എന്നാ കൊടുക്കാനത്തവര് അത് ഇടിച്ച് പൊടിച്ച് മില്ലിക്കൊണ്ടുപോയി പൊടിച്ചുകൊണ്ട് വീട്ടിൽ കയറ്റി. കർത്താവ് പറയാണ്, അതിന്റെ തരിമാവിന്റെ ആദ്യ ഭാഗം, ഗോതമ്പ് പൊടിച്ചതിന്റെ ആദ്യ ഭാഗം. ഒരു ഹല്ലേലൂയ. ചിലർക്ക് സ്വത്രക്കാഴ്ചയെ കുറിച്ച് നല്ല അറിവ് കിട്ടിയിട്ടുണ്ട്. ദശാംശത്തേക്ക് അത് കൊടുക്കും. പക്ഷെ ബാക്കി അവർക്ക് വരുന്നതൊന്നും കൊടുക്കാൻ അവർ ചിലപ്പോൾ ഗ്രഹിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അതിലൂടെ വരുന്ന ബ്ലെസ്സിങ്സ് അവർക്ക് ലഭിക്കാതെ പോയിട്ടുണ്ട്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് മുഴുവൻ നിങ്ങൾ ബ്രദറിന് കൊണ്ടുതരാൻ വേണ്ടി പറയുന്നതാണെന്ന്. നിങ്ങൾ കൊണ്ട് തന്നോണം, തന്നാലേ അനുഗ്രഹം ഉള്ളൂ എന്നായി പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി വചനം പങ്കുവയ്ക്കുകയും പഠിപ്പിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്ക് നിന്റെ ഭവനത്തിനകത്ത് അത് അനുഗ്രഹത്തെ കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? സങ്കീർത്തനം 147:13. പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ വായിച്ചോ. അവൻ, സങ്കീർത്തനം 147:13, അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച്. വായിച്ച് സങ്കീർത്തനം 147:13. അവൻ നിന്റെ വാതിലുകളുടെ
ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിന്റെ വീടിനകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ പുറത്തേക്ക്, ഭവനത്തിനകത്തേക്ക് അനുഗ്രഹം അതിലൂടെ കവിഞ്ഞൊഴുകുന്നു. എന്തിനാ ഓടാമ്പലുകൾ വെച്ചിരിക്കുന്നത്? ഒരു ശാപത്തിനും തലമുറയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾ ശപിക്കപ്പെട്ടവരായി പോകാതിരിക്കാൻ ഓടാമ്പലുകൾ വെച്ച് ഉറപ്പിക്കുന്ന ദൈവകൃപ. നമ്മുടെ വസ്തുവകകളുടെ ദശാംശം, പരിമാവിന്റെ ദശാംശം കൊടുക്കുമ്പോൾ വെളിപ്പെടുന്നു. എന്നെ പരീക്ഷിച്ചു നോക്കുവീനെന്ന് ദൈവത്തെ പരീക്ഷിക്കരുതെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ദൈവം വെല്ലുവിളിച്ചിരിക്കുന്ന ഒരേ ഒരു ഭാഗം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. ഏതാണ് ആ ഭാഗം? മലാക്കി 3:10. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവേൻ. ആലയത്തിൽ നന്മയുണ്ടാകുവാൻ, ആലയത്തിൽ സമൃദ്ധി ഉണ്ടാകുവാൻ. ആലയത്തിൽ സമൃദ്ധി ഉണ്ടാകുമ്പോൾ ആര് വിഷമിക്കരുത്. ദൈവത്തിന്റെ പദ്ധതിയാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന്. ഏതാണ് ഈ കിളിവാതില്? ഹെവനിൽ നമുക്ക് വേണ്ടി അടഞ്ഞിരിക്കുന്ന ഒരു കിളിവാതിലുണ്ട്. സത്യത്തിൽ അത് എപ്പോഴും തുറന്നു വെക്കണം. എപ്പോഴും. എങ്ങനെയാ തുറക്കുന്നത്? നിങ്ങൾ മൂലമാണ് അത് തുറക്കപ്പെടുന്നത്. അവിടെ ദൈവമല്ല തുറക്കുന്നത്. ഹലോ, നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോഴാണ് കിളിവാതിലുകൾ തുറക്കപ്പെടുന്നത്. എന്നിട്ട് പറയാണ്, സ്ഥലം പോരാതെ വരുമ്പോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ എങ്ങനെയാ? പോരാതെ വരണം നിങ്ങൾക്ക് തന്നിട്ട്. അതാണ് ഇത്. ഏത്? നിറഞ്ഞു കവിയണം. നിങ്ങളുടെ മനസ്സ് ഫുൾ. ഏതൊക്കെ ഏരിയ ഉണ്ടോ അവിടെ മുഴുവൻ ഫില്ലാകണം. നിങ്ങളുടെ ആത്മമണ്ഡലം മുഴുവൻ, നിങ്ങളുടെ മുഴുവൻ ജീവിതവും നിറഞ്ഞ് കവിയണം. ദൈവത്തിന്റെ ആഗ്രഹം. എന്നിട്ട് നിങ്ങൾ പറയാ, ദൈവം എന്നെ അനുഗ്രഹിച്ചില്ല. ബ്രദറിനെ എല്ലാം അനുഗ്രഹിക്കും. ബ്രദറിന് അങ്ങനെ സംഭവിച്ചപ്പോഴും പുള്ളി ഹാപ്പി, ഇങ്ങനെ സംഭവിച്ചപ്പോഴും കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ കീ കുറച്ച് ബ്രദറിന്റെ കൈ കിട്ടിയത് കൊണ്ടാണ് ആ സംഭവം. അതിനേക്കാളും നിറയുവാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. സ്ഥലം പോരാതെ വരുവോളം, അല്ലേ? നിങ്ങളെപ്പം മതി, ഓക്കെ, റെഡി എന്ന് പറഞ്ഞാൽ അത് നിൽക്കും. ഇതിനാൽ നിങ്ങൾ എന്നെ പരീക്ഷിപ്പീൻ, അല്ലേ? അങ്ങനെയല്ലേ? ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പൊ ഹെവനിൽ വിൻഡോസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിനെ തുറക്കുന്നത് നിങ്ങളാണ്. സ്വർഗീയ ജനലുകളെ തുറക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുവീ. അപ്പോ ഒരു വ്യക്തി ദൈവത്തിന്റെ ആലയത്തിൽ കൊടുക്കുന്നതിന് മുൻപും കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷവുമുള്ള അനുഗ്രഹത്തിന്റെ വ്യത്യാസത്തെ അറിയണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഏതാണ്? എങ്ങനെയാണ്? മനസ്സിലായോ? ഒരു വ്യക്തി കൊടുക്കുന്നതിന് മുമ്പുള്ള ആ വ്യക്തിയുടെ അവസ്ഥയും അത് എങ്ങനെ കൊടുക്കുന്ന കാര്യ ദൈവം പറഞ്ഞതുപോലെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതിൻ്റെ അകത്ത് ലുപ്തിക്കാൻ പോകരുത്. കൊടുത്തതിന് ശേഷവും ഉള്ളത് എന്തെന്ന് അവരറിയണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ട്, ആഗ്രഹം. ഹഗ്ഗായിയുടെ പുസ്തകം 2:15. ഹഗ്ഗായി 2:15. ആകയാൽ നിങ്ങൾ ഇന്ന് തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിങ്കൽ കല്ലിന്മേൽ കല്ല് വെച്ചതിന് മുമ്പുള്ള കാലം വിചാരിച്ചു കൊള്ളുക. പുറയിലുള്ള കാര്യം ഓർക്കുക.
കല്ലിന്മേൽ കല്ല് വെക്കുന്നതിന് മുമ്പുള്ള കാലം ഏതാണ്? കല്ലിന്മേൽ കല്ല് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ക്രിസ്തു എന്ന മൂലക്കല്ലിന്റെ മേൽ പണിയപ്പെടുന്നതിന് മുമ്പുള്ളത് നോക്കുവിൻ. 2:16. ആ കാലത്ത് ഒരുത്തൻ 20 പറയുള്ള കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ 20 പറ കിട്ടേണ്ട സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ 10 മാത്രമേ കാണുകയുള്ളൂ. 10 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 50 പാത്രം കോരുവാൻ ചക്കാലയിൽ ചെല്ലുമ്പോൾ 20 മാത്രമേ കാണുകയുള്ളൂ. ഏതാ? നിങ്ങളുടെ ആലയം പണി തുടങ്ങുന്നതിന് മുമ്പ്. ഹല്ലേലൂയ. എന്നാൽ 2:18 പറയുകയാണ്, എന്നാൽ നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെക്കുവിൻ. ഇനി മുന്നോട്ട് നോക്കുവിൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വെക്കുവിൻ. നിങ്ങൾ വചനത്തിൽ അടിസ്ഥാനമിട്ട കാലം മുതൽ നോക്കുവിൻ. ദൈവത്തിന്റെ വചനം പൂർണ്ണമായി നിങ്ങൾ അനുസരിക്കാൻ തുടങ്ങിയ കാലം മുതൽ നിങ്ങൾ നോക്കുവിൻ. നിങ്ങൾ സത്യവചനത്തിന് പൂർണ്ണമായി ഒബേ ചെയ്യാൻ തീരുമാനമെടുത്ത്, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇങ്ങനെ ഇങ്ങനെ ഈ നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ അല്ല ഇരിക്കേണ്ടത്. തീരുമാനമെടുക്കുക കർത്താവിന്റെ വചനത്തെ മുഴുവനായി അനുസരിക്കാൻ. എന്നിട്ട് നിങ്ങൾ ഡേറ്റ് കുറിച്ചിടുക. ഇനിയിപ്പോ 2025 കയറുകയല്ലേ, ഒരു ഹല്ലേലൂയ 26 കയറുകയല്ലേ, ഡേറ്റ് കുറിച്ച് 3 മാസം കർത്താവിന്റെ വചനത്തിൽ നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിലത് കാണാനും അനുഭവിക്കാൻ തുടങ്ങും. 2:19 വായിച്ചേ. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവ് മരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുവില്ല. കർത്താവ് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കും കേട്ടോ. ഞാൻ അതിന്റെ സംശയിക്കുന്നു വേണ്ട. ഹെബ്രായർ 6:14 POC നിന്നെടുത്ത് വായിക്കാമോ? ഹെബ്രായർ 6:14. നിശ്ചയമായും ഹെബ്രായർ 6:14. നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിശ്ചയമായും എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പായിട്ട് നിന്നെ ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കുക മാത്രമല്ല വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദൈവം തന്നെത്താൻ ശപഥം ചെയ്തു പറഞ്ഞതാണ്. അപ്പോസ്തലപ്രവൃത്തി 3:25 നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും. സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും. ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നത് അബ്രഹാമിന്റെ സന്തതിയാൽ. അല്ലേ? ഏത് അബ്രഹാമിന്റെ സന്തതി? ഇസ്ഹാക്ക് ഓർ ഇസ്മായേൽ? അബ്രഹാമിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടുന്നല്ലേ പറഞ്ഞേ? എന്റെ സന്തതിയിലൂടെ അനുഗ്രഹിക്കുന്ന. ഗലാത്യ 3:16 വായിച്ച്. ഗലാത്യ 3:16. എന്നാൽ അബ്രാഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദാനങ്ങൾ ലഭിച്ചു. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്ത് ലഭിച്ചു? വാഗ്ദത്തങ്ങൾ ലഭിച്ചു. വാഗ്ദത്തങ്ങൾ ലഭിച്ചു. പ്രോമിസസ് ലഭിച്ചു. അബ്രഹാമിനും അവന്റെ സന്തതിക്കും. ശ്രദ്ധിച്ചേ, അബ്രഹാം അനുസരിച്ചപ്പോൾ സന്തതി ബ്ലസ്ഡ് ആയി. നിങ്ങൾ വചനം അനുസരിക്കാൻ തുടങ്ങിയാൽ സന്തതികൾ ബ്ലസ്ഡ് ആകും. നിങ്ങൾ അതിനകത്ത് സംശയമൊന്നും ദൈവത്തോട് ചോദിക്കേണ്ടതില്ല. അത് അങ്ങനെയല്ല, ഇങ്ങനെയായിരിക്കാം അനുഗ്രഹം കിട്ടാത്തതിന്റെ കാര്യം ഒന്നും ചിന്തിക്കേണ്ട. അങ്ങനെയല്ല, നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങളുടെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടും. അഭിനയിക്കുന്ന വിശ്വാസികൾ ഉള്ളത് കൊണ്ടാണ് കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കാത്തത്.
ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്. സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അത് അപ്പൊ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം എന്താണ്? നിന്റെ സന്തതിയിലൂടെ ഭൂമിയിലുള്ള എല്ലാ ജാതികളും അനുഗ്രഹിക്കപ്പെടും, എല്ലാ ഗോത്രങ്ങളും വംശങ്ങളും ഭാഷകളിലുമുള്ളവർ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന് കൊടുത്ത പ്രോമിസ്. ആ പ്രോമിസ് മൂലമാണ് ഇസ്രായേലിനെ ദൈവം തള്ളക്കോഴിയെ പോലെ കൊണ്ടുപോയത്. എന്താണ്? ഞാൻ ഇവറ്റുകൾക്ക് എന്ത് കൊടുത്തുപോയി? ഒരു പ്രോമിസ് കൊടുത്തുപോയി. പ്രൈസ് ദി ലോർഡ്. ഇല്ലേ എന്നേ നശിപ്പിക്കേണ്ടതായിരുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മേൽ ഉള്ളതിനാൽ നിങ്ങൾ ബ്ലെസ്സഡ് ആണ്. ഹല്ലേലൂയ. സകലത് ഗുരുത്തക്കേട് കാണിച്ച മരുഭൂമിയിൽ പട്ടുപോയിട്ടും അതിനകത്തുനിന്ന് ചില ദിനങ്ങളെ എഴുന്നേൽപ്പിച്ച് അക്കരെ കൊണ്ടുപോയി അവിടെ നിന്ന് സകല ശത്രു വ്യാപാരങ്ങളെയും പരാജയപ്പെടുത്തി സുരക്ഷ ഒരുക്കി, സംരക്ഷണം ഒരുക്കി. ദാവീദിന്റെ സന്തതിയായി പിറന്നു വീണ യേശു ക്രിസ്തുവിലൂടെ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം അനുസരിച്ച് സകല വംശങ്ങൾ അനുഗ്രഹം പ്രാപിക്കുകയാണ്. ഇന്നേത് വംശങ്ങളും ഗോത്രങ്ങളും ഭാഷകളും എടുത്താലും അതിനകത്ത് വിടുതൽ കിട്ടിയ ചിലരുണ്ടായിരിക്കും. അപ്പൊ നിന്റെ സന്തതികൾക്ക് എന്നല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചാണ് പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അത് ക്രിസ്തു തന്നെ. അപ്പോൾ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ, ഈ ലോകത്തിന്റെ മേൽ വെളിപ്പെടുന്ന ഏക വഴി ക്രിസ്തുവാകുന്നു. നീ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ കേൾക്കുന്നവർ, യൂട്യൂബിൽ കേൾക്കുന്നവർ, ആരെങ്കിലും ഇത് കേൾക്കുന്ന ആദ്യമായി അറിയുന്നവരുണ്ടെങ്കിൽ നിന്റെ അനുഗ്രഹം ഇരിക്കുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിലൂടെ നീ അനുഗ്രഹിക്കപ്പെടണം എന്നത് ദൈവം ആഗ്രഹിക്കുന്നു. ആ ക്രിസ്തുവിനെ നീ അറിയുക, ആ ക്രിസ്തുവിനെ നീ കൈക്കൊള്ളുക. ഹല്ലേലൂയ. അവനിൽ വിശ്വസിപ്പീൻ. ഈ സന്തതി ഈ ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയും വാഗ്ദത്തങ്ങൾക്ക്, അനുഗ്രഹങ്ങൾക്ക് പങ്കുകാരനായി മാറുന്നതാണ്. അഥവാ മാറിയിരിക്കുന്നു. ഇനി അറിയുക, നീ ക്രിസ്തുവിനെ സ്വീകരിച്ച വ്യക്തിയാണോ? നിന്നിലൂടെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുവാനാണ് വചനത്തിന് കീഴ്പ്പെടാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. നിന്നിലൂടെ നിന്റെ കുടുംബങ്ങളെ വിടുവിക്കാനാണ് താഴ്മ ധരിക്കാൻ പറയുന്നത്, കീഴടങ്ങാൻ പറയുന്നത്. ഗലാത്യ 3:7. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവിൻ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവിൻ. അപ്പൊ നിങ്ങൾ ക്രിസ്തു വിശ്വസിക്കുന്നവർ അബ്രഹാമിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുള്ളതാണ്, വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. ആരാണ് വിശ്വാസി? ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളത്രേ. 3:9 വായിച്ചേ.
വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു അല്ലേ? അബ്രഹാം, അവന്റെ പിതാക്കന്മാർ, അവന്റെ കുടുംബം, അവന്റെ ഫാമിലി ട്രീ തന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന മണ്ഡലമായിരുന്നു. ദൈവം വിളിച്ചപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് അവൻ പുറത്തു വന്ന് തന്നെ ശുദ്ധീകരിച്ചു. അവൻ തന്നെ വിളിച്ച ദൈവത്തിൽ വിശ്വസിച്ച അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. അബ്രഹാമിനെ അനുഗ്രഹിച്ചത് പുതിയ നിയമത്തിൽ പറയുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസിയെ, നീ അബ്രഹാമിനോട് കൂടെ ദൈവം അബ്രഹാമിന് നൽകിയ സകല വാഗ്ദത്തങ്ങൾക്കും അവകാശിയായി തീർന്നിരിക്കുന്ന വ്യക്തിയാണ്. നോ ഡൗട്ട്. അബ്രഹാമിന് എന്തൊക്കെ പ്രോമിസ് ദൈവം കൊടുത്തോ അത് അബ്രഹാമിന് മാത്രമല്ല, നിനക്കും കൂടിയാണ്. അബ്രഹാമിന്റെ സന്തതിയിൽ വിശ്വസിക്കുമ്പോൾ അബ്രഹാമിനോടൊപ്പം നീയും വിശ്വാസിയായി തീർന്നതുകൊണ്ട് അബ്രഹാമിന് കൊടുത്ത സകല പ്രോമിസസുകളും നിനക്കുള്ളതാണ്. അത് കളയരുത്. അവന്റെ വചനത്തിന് കീഴ്പ്പെടുവീ. യേശുവിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അല്ലെ അബ്രഹാമിന് നൽകിയ പ്രോമിസാണിത്. 3:8 വായിച്ചേ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു. ദൈവം വിശ്വസിക്കുന്ന ജാതികളെ നീതീകരിക്കുന്നു, കുറ്റവിമുക്തരാക്കുന്നു എന്ന തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. മനസ്സിലായോ? ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന തിരുവെഴുത്ത് ദൈവം മുൻകൂട്ടി കണ്ടു. ഹലോ, എഴുതപ്പെടാൻ പോകുന്നത് പൗലോസ് എഴുതുന്നത്, മർക്കോസ് എഴുതുന്നത്, യോഹന്നാൻ എഴുതുന്നത്. ഹല്ലേലൂയ. ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു. വിശ്വാസത്താൽ ജാതികൾ നീതീകരിക്കപ്പെടും എന്ന തിരുവെഴുത്ത് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന സമയം ദൈവം മുൻകൂട്ടി അത് കണ്ടിട്ട് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് ദൈവം മുൻകൂട്ടി കണ്ടു. നിങ്ങൾ നീതീകരിക്കപ്പെടും എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് മുൻകൂട്ടി ദൈവം കണ്ടു. ആത്മാവിൽ പൗലോസ് അത് രേഖപ്പെടുത്തിയത് കണ്ട ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. എന്താ അനുഗ്രഹിച്ചത്? നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അബ്രഹാമിനോട് ദൈവം മുൻകൂട്ടി അറിയിച്ചു. ഇവിടെ യേശു നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അബ്രഹാം നിൽക്കുകയാണ്, ഇവിടെ നമ്മൾ നിൽക്കുകയാണ് നമുക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനങ്ങൾ അബ്രഹാമിനോട് സംസാരിക്കുന്ന ദൈവം മുൻകൂട്ടി കണ്ടിട്ട് നിന്നിൽ ഇവിടെയുള്ള ജാതികളെല്ലാം നീതീകരിക്കപ്പെടാൻ പോകുന്നു എന്ന്. ഹല്ലേലൂയ. ആ ഇന്നുള്ള സുവിശേഷത്തെ ദൈവം അബ്രഹാമിനോട് അരുൾ ചെയ്തു.
എന്താണ് അർത്ഥം? നാളെ നിന്നിലൂടെ ഒരുപാട് പേര് നീതീകരിക്കപ്പെടാൻ പോകുന്നത് ദൈവം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ന് ഞായറാഴ്ച 2025 അവസാന ഞായറാഴ്ച ദൈവം മുൻകൂട്ടി നിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ്. ഏതൊക്കെയോ ജാതികൾ, ഏതൊക്കെയോ വംശത്തുള്ളവർ, ഏതൊക്കെയോ ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞവർ, ഏതൊക്കെയോ രോഗികൾ, ഏതൊക്കെയോ തളർന്നു കിടക്കുന്നവർ, ഏതൊക്കെയോ നിരാശപ്പെട്ട് കിടക്കുന്നവർ, ലോകത്തിന്റെ ഏതൊക്കെയോ ദ്വീപുകളിൽ നിന്നിലൂടെ, നിന്റെ സുവിശേഷത്തിലൂടെ നീതീകരിക്കപ്പെടുന്നത് കണ്ടിട്ട് 2025 അവസാനം ദൈവം നിന്നോട് മുൻകൂട്ടി പ്രവചിക്കുകയാണ്. ഓ, സന്തോഷത്ര പേർക്കുണ്ട്. ഒന്ന് കൈയടിച്ച് കഥാവിന് നന്ദി പറഞ്ഞേ. അടുത്ത അനുഗ്രഹം നമ്മുടെ മേൽ വരുന്ന വേറൊരു വഴി അപ്പോസ്തലപ്രവൃത്തി 3:26. അപ്പോസ്തലപ്രവൃത്തി 3:26. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു. നിങ്ങൾക്ക് വേണ്ടിയാണ് യേശുവിനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്. ഹല്ലേലൂയ. ചുമ്മാതെയല്ല കേട്ടോ, യാദൃശ്യമായി നടന്നതല്ല. നിങ്ങളെ മുൻകൂട്ടി കണ്ടിട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഈ ദൈവം തന്റെ പുത്രനെ എഴുന്നേൽപ്പിച്ചു. അടുത്തത്, ഓരോരുത്തനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. എങ്ങനെയാ നിങ്ങൾക്ക് അനുഗ്രഹം? ഓരോരുത്തനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നത്. ഹല്ലേലൂയ. അകൃത്യങ്ങളിലേക്ക് മുഖം തിരിച്ച ഒരുവനെ ആ വഴിയിൽ നിന്ന് നീക്കുമായി തിരിച്ചു. പ്രൈസ് ലോർഡ്. തിരിക്കുന്നത് എന്തിനാണ്? നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന്. എന്താ അർത്ഥം? അകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നവൻ അനുഗ്രഹം പ്രാപിക്കാൻ സാധ്യമല്ലാതിനാൽ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചവൻ ക്രൂശിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവന്റെ സുവിശേഷം കേട്ട് വചനം കേട്ട് ആ അകൃത്യങ്ങളെ വിട്ട് അവനിലേക്ക് തിരിയുന്നു. അങ്ങനെ തിരിയുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടണമെന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഇവൻ സുവിശേഷം കേൾക്കുമ്പോൾ അവൻ അകൃത്യങ്ങളെ വിട്ട് തന്നെ ശുദ്ധീകരിക്കാൻ തയ്യാറാകുന്നു. ഒരുവൻ സുവിശേഷത്തിന്റെ ജീവൻ പ്രാപിക്കുമ്പോൾ അവൻ തന്നെ ശുദ്ധീകരിക്കുന്നു. നാളെയല്ല, ഇന്ന്. യേശു അവനെ സ്വന്തമാക്കുകയാണ് അതിലൂടെ. അടുത്ത പോയിന്റ്, പരിശുദ്ധാത്മാവിലൂടെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. എഫേസ്യർ 1:14. എഫേസ്യർ 1:14. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദാനത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അവകാശത്തിന്റെ അച്ചാരം, അഡ്വാൻസ്. നിന്റെ അവകാശത്തിന് യോഗ്യനാണ്. ഹല്ലേലൂയ. അതിന്റെ അഡ്വാൻസ് ആയിട്ട് പരിശുദ്ധാത്മാവിനെ തരികയാണ്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? സ്വർഗത്തിലുള്ള സകല അനുഗ്രഹങ്ങളുടെയും അവകാശിയാണ് നീ. ഒന്നും പേടിക്കണ്ട. പ്രൈസ് ലോർഡ്. നിന്റെ തലമുടിയിൽ ഓരോ നാരും എണ്ണി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നത് അപ്പോഴാ. ഹല്ലേലൂയ. എന്റെ കാര്യം അവന് വ്യക്തമായി അറിയാം. ഞാൻ ഒന്നും ആകുലപ്പെടണ്ട, ചഞ്ചലപ്പെടണ്ട, ഭാരപ്പെടണ്ട. ഫ്രീ ആയി കംപ്ലീറ്റ് ഏൽപ്പിച്ചു കൊടുത്ത് അവനിൽ ജീവിക്കുക. അകൃത്യങ്ങളിൽ നിന്ന് മുഴുവനായി തിരിയുക. ഹല്ലേലൂയ. വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അഡ്വാൻസ് കൊടുത്താൽ അതിന്റെ അർത്ഥം
ബാക്കിയുള്ളതെല്ലാം തനിക്കുള്ളതാണ് എന്ന് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസത്തിലും വചനത്തിലും നിനക്കൊരുറപ്പുണ്ടാകുകയും നീ ഉറപ്പോടെ നിൽക്കുകയും ചെയ്താൽ മാത്രം മതി. സകല വാഗ്ദത്തങ്ങളും പരിശുദ്ധാത്മാവിലൂടെ നീ അവകാശമാക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഗലാത്യർ 3:14. അബ്രഹാമിന്റെ അനുഗ്രഹം. കണ്ടോ, ദൈവം നമ്മളെ മുൻകൂട്ടി കണ്ട് ആരെ അനുഗ്രഹിച്ചു? അപ്പൊ എന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് ആരെ മുൻകൂട്ടി കണ്ടിട്ടാ? നിങ്ങളെ ഓരോരുത്തരെയും കണ്ടിട്ട്. ഇവിടുത്തെ കിട്ടിയോ? സൈം ബ്രദറിന്റെ കർത്താവ് അനുഗ്രഹിച്ചത് ആർക്ക് വേണ്ടിയിട്ടാ? സ്വർഗത്തിലുള്ള എല്ലാ നന്മകളാലും നിറച്ച് നിങ്ങൾക്ക് വേണ്ടിയാണ്. അബ്രഹാമിനെ ദൈവം മുൻകൂട്ടി അനുഗ്രഹിച്ചത് നമുക്ക് വേണ്ടിയാണ്. നിന്നെ അനുഗ്രഹിച്ചത് നിന്റെ മുമ്പിൽ വരുവാനുള്ള ഒരു കൂട്ടത്തെ കണ്ടിട്ടാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പോൾ ഇന്നലെ എന്നെ വിളിച്ച ഒരാൾ പറഞ്ഞു, എത്ര നാളായി ബ്രദർ ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് ആത്മാവിനെ ഇതുവരെയും കിട്ടിയില്ല എന്ന് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ദാഹമുള്ളവർക്കെല്ലാം കിട്ടും. ചിലപ്പോൾ ദൈവം നിങ്ങൾക്ക് ആത്മാവിനെ തരാൻ വേണ്ടി ആരെയോ ആക്കി വെച്ചിട്ടുണ്ട്. അവരുടെ മീറ്റിംഗ് നിങ്ങൾ തിരസ്കരിച്ചാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആ ശുശ്രൂഷ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലാഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹങ്ങളുടെ പുറകിൽ അനുസരണമുണ്ട്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അബ്രഹാം വിശ്വസിച്ചു, അബ്രഹാമിന് ബ്ലെസ്സിംഗ് കിട്ടി. ഹല്ലേലൂയ, യേശുവേ നന്ദി. നമ്മുടെ കർത്താവായ യേശു പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തായിരുന്നു ചെയ്തത്? എന്താണ് പ്രവർത്തിച്ചത്? ആർക്കെങ്കിലും പിടുത്തമുണ്ടോ? കർത്താവായ യേശു പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താ ചെയ്തത്? ശിശുമാരെ പ്രേ ചെയ്യിപ്പിച്ചു. പിന്നെ മരണോത്ഥാനം അപ്രവൃത്തി ചെയ്തു. പിന്നെ യേശു അവസാനം ചെയ്ത പ്രവൃത്തി എന്താണ്? എടുക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് സുവിശേഷം പ്രസംഗിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. എന്താ യേശു അവസാനം ചെയ്ത പ്രവൃത്തി? ലൂക്ക 24:49. എന്റെ പിതാവ് അങ്ങ് താഴോട്ട് നമ്മൾ വായിക്കുകയാണ് കേട്ടോ. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. അനന്തരം അവൻ അവരെ ബെഥാനിയയിലോളം കാര്യം കേട്ടോ. അവസാനത്തെ അനന്തരം അവൻ അവരെ ബെഥനിയായോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. എന്താ ചെയ്ത്? ഏറ്റവും അവസാനം യേശു എടുക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്ത പ്രവൃത്തി എന്നാ? കൈ ഉയർത്തി അവരെ, ആരെ? ശിഷ്യരെ, തന്റെ കൂടെ വന്നവരെ, തന്നോടൊപ്പമുള്ളവരെ, തന്റെ സാക്ഷികളെ അനുഗ്രഹിച്ചു. യേശു അവരെ അനുഗ്രഹിച്ചു. നിങ്ങളും എന്ത് ചെയ്യണം? മറ്റുള്ളവരെ അല്ലേ അനുഗ്രഹിക്കും. ദോഷം ഇങ്ങോട്ട് കിട്ടിയാൽ എന്ത് ചെയ്യണം? കരഞ്ഞോണ്ടിരിക്കണം എന്നാണോ പറഞ്ഞേ? ആരെങ്കിലും നമ്മളെ വഴക്ക് പറഞ്ഞു, ശകാരം പറഞ്ഞു, ശക്തമായി പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യാനാ പറഞ്ഞേ? 1 പത്രോസ് 3:9 വായിച്ചേ. 1 പത്രോസ് 3:9. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും
പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. അനുഗ്രഹം കിട്ടാനുള്ള അടുത്ത വഴിയുണ്ടോ? ഏതാ? എവിടുന്നെങ്കിലും നിങ്ങൾക്ക് ദ്രോഹം കിട്ടുന്നുണ്ടെങ്കിൽ അറിഞ്ഞോണം, ബ്ലെസ്സിങ് വരാൻ പോകും. എവിടുന്നെങ്കിലും നിങ്ങൾക്ക് ദോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആത്മമക്കൾ അറിയുന്നത് തിരിച്ചെങ്ങനെ അവൻട്ട് പണി കൊടുക്കണം എന്നല്ല, ബ്ലെസ്സിങ്സ് വരുന്നോ അതിനെ എങ്ങനെ സ്വീകരിക്കണം. ഹല്ലേലൂയ. നമ്മൾ വിളിക്കപ്പെട്ടത് തന്നെ അനുഗ്രഹിക്കപ്പെടാനാണ്. അതുകൊണ്ട് നമ്മോട് പറയാണ്, അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുന്നവരായി മാറണം. നിങ്ങളെ ശപിക്കുന്നവർ ചിലപ്പോൾ പുറത്തായിരിക്കില്ല, വീട്ടിലായിരിക്കാം. നിങ്ങളെ ഉപദ്രവിക്കുന്നവർ പുറത്തുണ്ടായേക്കാം, ചിലപ്പോൾ വീട്ടിലുണ്ടായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അറിയുക, അവരാണ് നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ കാരണം. പക്ഷെ നിങ്ങൾ അവരെ കാണുന്നത് എങ്ങനെയാ? ഈ നെഹമ്യാവുടെ പുസ്തകം 13:2 അതിനെക്കുറിച്ചൊരു പ്രവചനം കാണാം. നെഹമ്യാവ് 13:2. അവർ അപ്പവും വെള്ളവും പിന്നെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുവോ? ആരെങ്കിലും ദോഷം ചെയ്തു, ഇല്ല ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. Praise the Lord. ഹല്ലേലൂയ. ഒരു ഹാപ്പി ആവോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു ബ്ലെസ്സിങ്സ് വരാൻ പോകുന്നു. ഹല്ലേലൂയ. ഓ കുടുംബമേ ഒരുങ്ങി ഇരിപ്പിൻ, പ്രിയപ്പെട്ടവരെ ഒരുങ്ങി ഇരിപ്പിൻ. ഹല്ലേലൂയ. നെഹമ്യാ 13:2. അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റു വരാതെ. ഇസ്രായേൽ ജനം കാനാനിലേക്ക് പോകുന്ന സമയത്തുണ്ടായ ഒരു സംഭവമാണ്. ആ ദേശത്തുള്ളവര് അപ്പവും വെള്ളവും അവർക്ക് കൊടുത്തില്ല, ഇസ്രായേൽ ജനത്തിന് കൊടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവരെ എതിരേക്കാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബിലയാമിനെ കൂലിക്ക് വിളിച്ചു. ഒരുത്തനെ കൂലിക്ക് വിളിച്ചു. എന്തിനാ? ശപിക്കാൻ. അപ്പൊ നിങ്ങൾക്കെതിരായത് ചെയ്യാൻ ചിലർ കൂലിക്ക് പൈസ കൊടുത്ത് ചില പരിപാടി ചെയ്തെന്നിരിക്കും. പക്ഷെ വചനം എന്താ പറയുന്നത്? എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി എന്ന് എഴുതിയിരിക്കുന്നു കണ്ടു. ആ പ്രവൃത്തിയെ നമ്മുടെ ദൈവം അനുഗ്രഹമാക്കി മാറ്റിയിരിക്കുന്നത് വേദപുസ്തകത്തിൽ നിന്ന് കണ്ടു. അത് കണ്ടു കഴിഞ്ഞ പിന്നെ അതിനെതിരെ നീ പിറുപിറുക്കരുത്, അതിനെതിരെ നീ പറയരുത്. ഹല്ലേലൂയ. ഓ അവര് മന്ത്രവാദിനെ സമീപിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നെ ശപിക്കാൻ, ഞാൻ നശിച്ചു പോകാൻ വേണ്ടി. ഹല്ലേലൂയ. ഓ അവരങ്ങനെ മന്ത്രവാദിയെ സമീപിച്ചപ്പോൾ എനിക്ക് ലഭിക്കാതിരുന്ന ചില അനുഗ്രഹം എന്റെ മേൽ വരുവാൻ അത് ദൈവം ഒരു കാരണമാക്കി തീർന്നു. നിനക്ക് വിരോധമായി നിൽക്കുന്നവർ, പ്രൈസ് ദി ലോർഡ്, നിന്നെ ശപിക്കുന്നവർ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അങ്ങനെയുള്ളവരുടെ ആ പ്രവൃത്തികളെ, ശാപത്തെ നമ്മുടെ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി മാറ്റുകയാണ്. ഇതൊക്കെ എഴുതിയിരിക്കുന്നത് കാണുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി മേല പറഞ്ഞേക്കരുത്, ചിന്തിച്ചേക്കരുത്. പോയി അവര് ചെയ്യട്ടെ, അവര് കൂലി കൊടുത്ത് വ്യാജ പ്രവാചകന്മാരെ കാണട്ടെ, അവര് കൂലി കൊടുത്ത് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ. അത് നിനക്ക് അനുഗ്രഹമായി മാറുന്നു. അതാണ് ദൈവത്തിന്റെ പദ്ധതി. എഴുതിയിരിക്കുന്നതൊക്കെ കാണണം. അത് കാണാത്തതാണ് നമ്മുടെ പല പ്രശ്നത്തിനും കാരണം. ലൂക്ക 6:28. ലൂക്ക 6:28. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. നിങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹിപ്പിൻ. ഓ അപ്പൊ നിങ്ങൾ ഏറ്റവും അധികം അനുഗ്രഹിക്കേണ്ടത് ആരെയാ? നിങ്ങൾക്ക് നല്ലത് തരുന്നവരെയാണോ? നിങ്ങളെ ആരെങ്കിലും ശപിച്ചു പറഞ്ഞു, എന്നെ ശപിച്ചു, അവരെന്ത് ചെയ്യണം?
അനുഗ്രഹിക്കുവേൻ. അടുത്ത, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നിങ്ങളെ നിരന്തരം ദുഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പൊ നിങ്ങളെ ശാപഗ്രസ്തരാക്കി തീർക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മന്ത്രവാദികളെ സമീപിക്കുന്നുണ്ടെങ്കിലും അവരെ അനുഗ്രഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിലൂടെ വരുന്ന ബ്ലെസ്സിങ് നഷ്ടപ്പെടുത്തരുത്. 1 പത്രോസ് 2:19 POC നിന്ന് വായിക്കാമോ? 1 പത്രോസ് 2:19 POC. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ, അനാവശ്യമായി അന്യായമായ പീഡനം നിങ്ങൾക്കുണ്ടാകുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. വേദനകൾ എന്ത് ചെയ്യണം? ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. അടുത്ത അനുഗ്രഹത്തിന്റെ വഴിയുണ്ടോ? അന്യായമായ പീഡിപ്പിക്കുന്നത് അല്ലെ, ഭാര്യയുടെ പീഡനം അല്ലെ, ഭർത്താവിന്റെ പീഡനം, സ്ത്രീകളിൽ നിന്നുണ്ടാകുന്ന പീഡനം. ഇന്ന് അത് ഭയങ്കരമായിട്ട് പറഞ്ഞു വരുവാണ് ആൾക്കാര്. സ്ത്രീകൾ കണ്ടമാനം പീഡിപ്പിക്കുന്നു എന്നാ പറയുന്നത്. കാരണം എന്താണ്? നിയമങ്ങളെല്ലാം അവർക്ക് അനുകൂലമായതുകൊണ്ട് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പീഡനമാണ്. ഹല്ലേലൂയ പറഞ്ഞ്, ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞ്. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ധാരാളമായിട്ട്. എന്നാൽ ഒപ്പം പുരുഷന്മാരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. രണ്ടുപേരുടെ പീഡനങ്ങളെയും കാണണം ഒരുപോലെ. ഹല്ലേലൂയ. നിയമമെല്ലാം എല്ലാവർക്കും ഒരുപോലെയാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജീസസ്. ഹല്ലേലൂയ. അപ്പൊ അന്യായമായ പീഡനം നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് അന്യായമായി, നിങ്ങളുടെ പുറമേ നിന്ന്, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്ന് അന്യായമായി, നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് അന്യായമായി പീഡനം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാനാ പറഞ്ഞത്? ദൈവ ചിന്തയോടെ. എന്നാലേ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? യേശുവിനെ കുറിച്ച് ചിന്തിക്കുക. അന്യായമായിട്ടല്ലേ യേശുവിനിട്ട് തല്ലുകിട്ടിയേ? ഹല്ലേലൂയ. അന്യായമായിട്ടല്ലേ തുപ്പിലേറ്റത്? അന്യായമായിട്ടല്ലേ തെറിയേറ്റത്? പ്രൈസ് ദി ലോർഡ്. അന്യായമായിട്ടല്ലേ കളിയാക്കിയത്? അപ്പൊ ആ ചിന്ത കൊണ്ടുവരിക. അതാ പറഞ്ഞത്, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ നമുക്കുണ്ടാകുന്ന വേദനാ നിമിഷങ്ങളിൽ ക്ഷമാപൂർവം സഹിച്ചാൽ അത് നിന്റെ അനുഗ്രഹത്തിന് കാരണമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അന്യായം എവിടെ നിന്ന് വന്നാലും അത് സഹിക്കാൻ പഠിക്കാൻ തുടങ്ങിയാൽ, അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കരുത്, തിരുത്തി കൊടുക്കരുതെന്നൊന്നും അല്ല. ഹല്ലേലൂയ. സാധാരണ ലോകത്തോടല്ല ഞാനിപ്പോ സംസാരിക്കുന്നത്, കർത്താവിന്റെ വഴിയിലേക്ക് വന്നവരോടാണ്. ലോകക്കാർക്ക് പല മാർഗം ഉണ്ടാകും കേട്ടോ. ദോശക്കല്ലെടുത്ത് തലയിൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് തീരും. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഏതാ? അന്യായമായി വരുന്ന പീഡകൾ തീരും. അത് ലോകക്കാരാ ചെയ്യുന്നത്. പണ്ടൊരു ചേട്ടൻ വീട്ടിൽ വന്ന ഭാര്യയെ എന്നും അടിക്കും, ഉപദ്രവിക്കും, തെറിയും ബഹളവും. ഒരു ദിവസം ഭാര്യ ഒരു കാര്യം ചെയ്തു. എന്നെ ചെയ്തത്, ആടിനെ കെട്ടിയ കുറ്റി ഇങ്ങ് പറിച്ചെടുത്ത് കെട്ടിയവൻ കയറി ഇങ്ങ് വീട്ടിലേക്ക് വന്നപ്പോഴേക്കും പറയാൻ തുടങ്ങിയപ്പോഴേക്കും പൊതരി ഇട്ട് കൊടുത്തു. ഒരു നിലവിളി അലർച്ച. കെട്ടിയവൻ ഓടുകയാണ് വീടിന് ചുറ്റും. നടന്ന സംഭവമാണ്. എനിക്ക് ആ വീട് അറിയാം, അടിച്ച ചേച്ചീനെ അറിയാം, അടി കൊണ്ട ചേട്ടനെ അറിയാം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. നല്ല അടി പുള്ളിക്കാറ്റി ഞാൻ കൊടുത്തു. നെക്സ്റ്റ് ഡേ പുള്ളി വീട്ടിൽ കയറാതെ താഴത്തെ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. എന്തിനാ? വീട്ടിലേക്ക് പോണോ വേണ്ടോ? ഹല്ലേലൂയ പറഞ്ഞേ. ലോകക്കാർക്ക് പല മാർഗമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ക്രിസ്തുവിനെ കൈക്കൊണ്ടവരോടാണ്. ക്രിസ്തുവിനെ കൈക്കൊണ്ടവർ അവർക്കുണ്ടാകുന്ന വേദനകളെ ദൈവ ചിന്തയോടെ ക്ഷമാപൂർവം അതിനെ കൈകാര്യം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അത് അവർക്ക് അനുഗ്രഹത്തിന്റെ ഒരു കാരണമാണ്. അവരത് നഷ്ടപ്പെടുത്തില്ല. ഞാൻ അവരോടാ പറയുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഇനി എന്നോട് വെറുതെ മെക്കിട്ട് കയറാൻ വന്നേക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, വിശ്വസിക്കുന്നവർക്ക് കർത്താവിന്റെ വഴി. ഹല്ലേലൂയ. അന്യായം എവിടെ നിന്നൊക്കെ വരുന്നോ അവിടെയൊക്കെ കേട്ടോ.
2:18 POC എന്നൊന്ന് വായിച്ചേ. 1 പത്രോസ് 2:18. ഭൃത്യന്മാരെ, നിങ്ങളുടെ യജമാനന്മാർ നല്ലവരോ ശാന്തരോ ദുഷ്ടരോ ആയിരുന്നാലും. നിങ്ങളുടെ കെട്ടിയോൻ, നിങ്ങളുടെ യജമാനൻ അല്ലേ, അവര് ചിലപ്പോൾ ശാന്തരായിരിക്കാം അല്ലെ. ചിലരെ കണ്ടിട്ടില്ലേ, വളരെ ശാന്തരാണ് ഇവർ. നല്ലവരായിരിക്കാം നിങ്ങളുടെ യജമാനൻ. ചില യജമാനന്മാരെങ്ങനെയായിരിക്കും? ദുഷ്ടനായിരിക്കും. പ്രൈസ് പറയുകയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാ ആദരവും അവർക്ക് കൊടുക്കണം. നിങ്ങൾക്ക് യജമാനനാക്കി ദൈവം വെച്ചിരിക്കുന്നവ. പ്രൈസ് സാറ അബ്രഹാമിനെ യജമാനനെ എന്ന് വിളിച്ചു. ഹല്ലേലൂയ. യജമാനൻ വിശ്വാസിയെ നല്ലവനായിരിക്കാം, ശാന്തനായിരിക്കാം, ദുഷ്ടനായിരിക്കാം. അവന്റെ സ്വഭാവം നോക്കിയല്ല, എല്ലാ ആദരവും കൊടുത്ത് അവർക്ക് വിധേയരായിരിപ്പീൻ. സത്യവേദപുസ്തകം പറയുന്നത് മൂർഖന്മാർക്കും കീഴടങ്ങുവീൻ. ഏതാ? നിങ്ങളുടെ യജമാനൻ ചിലപ്പോൾ ആരായിരിക്കാം? മൂർഖനായിരിക്കാം. മൂർഖന്റെ സ്വഭാവം എന്നാ? ചീറ്റും അല്ലേ, ഇടക്കിടക്ക് ചീറ്റും, കുത്തും. ഹല്ലേലൂയ. പക്ഷെ മൂർഖൻ സ്നേഹിക്കുമ്പോ നല്ല സ്നേഹമാ. ഈ മൂർഖന്റെ പങ്കാളിയൊക്കെ ആയിട്ട് ഭയങ്കര ലവ് ആയിരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മൂർഖന്മാർക്കും കീഴടങ്ങിയിരിക്കുവിൻ. അപ്പൊ എന്താ വിശ്വാസിയെ പറയുന്നത്? നീ ജോലി ചെയ്യുന്നിടത്ത്, നീ ശുശ്രൂഷിക്കാൻ പോകുന്നിടത്ത്, നിന്റെ യജമാനനായി ദൈവമാക്കി വെച്ചിരിക്കുന്നത് ആരും ആയിക്കട്ടെ, നിന്റെ ഭർത്താവ് നല്ലവനായിരിക്കാം, ചില ദേഷ്യം കൂടുള്ളവനായിരിക്കാം. പ്രൈസ് ലോർഡ്. ആദരവ് കൊടുക്കാതിരിക്കരുതെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. കീഴടങ്ങണം എന്നാ പറഞ്ഞ അർത്ഥം. പ്രൈസ് ലോർഡ്. പാപമൊഴികെ എല്ലാത്തിനും കേട്ടോ, അത് എപ്പോഴും ദൈവത്തിന് ഒന്നാണ്. പാപമൊഴികെ എല്ലാത്തിനും കേട്ടോ. ഹല്ലേലൂയ. ലൂക്ക 24:51 യേശു അവസാനം ചെയ്ത പ്രവൃത്തി തീർന്നില്ലായിരുന്നു. നമ്മൾ 50 വായിച്ചത്. ലൂക്ക 24:51 വായിച്ചേ. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിടിഞ്ഞു. അവസാനം ചെയ്ത പ്രവൃത്തി ഏതായിരുന്നു? അവരെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹം കൊടുത്തോണ്ടിരിക്കേ സ്വർഗാരോഹണം, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് വന്നവന്റെ കയ്യിൽ ഭൗമിക അനുഗ്രഹമല്ല, സ്വർഗീയ അനുഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഭൂമിയിലെ ഒന്നും യേശുവിന് കൊടുക്കാനുണ്ടായിരുന്നില്ല. അർത്ഥം പിടികിട്ടിയെങ്കിൽ സ്തോത്രം ചെയ്തോ. ഹല്ലേലൂയ. ഭൂമിയിലുള്ള സ്വത്ത് യേശുവിന് കൊടുക്കാനുണ്ടായിരുന്നില്ല. ഭൂമിയിലുള്ള ഭൗമികമായി ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല. ബാങ്ക് അക്കൗണ്ട് കൊടുക്കാനുണ്ടായിരുന്നില്ല. പുതിയ ഷൂ കൊടുക്കാനുണ്ടായിരുന്നില്ല. ഓ, തനിക്കാകെ ഉണ്ടായിരുന്ന വസ്ത്രം പോലും ശത്രുക്കൾ അവതരിച്ചു. തന്റെ ശിഷ്യർക്ക് ഭൗമികമായി ഒന്നും കൊടുക്കാനില്ല. പക്ഷേ സ്വർഗത്തിലുള്ളതൊന്നും ഒരു ശത്രുവിനും കവർന്നെടുക്കാൻ പറ്റുകയില്ല, മരണത്തിന് അവസാനിപ്പിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. സ്വർഗത്തിലുള്ള സകല നന്മകളും സകല അനുഗ്രഹങ്ങളും തന്റെ കൂടെ വരുന്നവർക്ക്, തന്റെ വാക്കുകൾ കേട്ടവർക്ക്, തന്റെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറായവർക്ക് നൽകിക്കൊണ്ട് അവൻ പിതാവിന്റെ അടുക്കലേക്ക് എടുക്കും. സ്വർഗീയ നന്മ നിങ്ങൾക്കുണ്ടോ? അത് മതി. അത് നിങ്ങൾക്ക് കിട്ടി. അതിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ളതെല്ലാം ലഭ്യമായി തീരും. മുൻപേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ. അതോടും അതിങ്ങ് കിട്ടിക്കഴിയുമ്പോ നിങ്ങൾക്ക് വേണ്ട ഹല്ലേലൂയ. സ്വർഗത്തിലുള്ള അനുഗ്രഹം ഒന്നും വേണ്ട. ചിലർക്ക് ഇവിടത്തെ മാത്രം കിട്ടിയാൽ മതി. ഹല്ലേലൂയ. അതെന്നാ പറയാ, വളർച്ചയില്ലാത്തതിന്റെ ലക്ഷണമാ. അപ്പൻ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ കുഞ്ഞുങ്ങൾ ഓടി വന്നു. എന്തിനാ? പപ്പ വന്നു. എന്തിനാ? പപ്പയുടെ കയ്യിലുള്ള ബാഗ്, പപ്പയുടെ കയ്യിലുള്ള സഞ്ചിയാണ് അവരുടെ ശ്രദ്ധ. പപ്പ എവിടെയായിരുന്നു ഇത്രയും നേരം? പപ്പ വന്നില്ലല്ലോ. ഇതൊന്നും അല്ല അവരുടെ ശ്രദ്ധ. ഏതാ? പപ്പയുടെ കയ്യിൽ പപ്പ കൊണ്ടുവരുന്ന സാധനം, അതിലേക്കായി ഇവര് നോക്കിയിരിക്കുന്നതാ. അവർക്കറിയാം അതിനകത്ത് ബിസ്ക്കറ്റ് ഉണ്ട്, അതിനകത്ത് സ്വീറ്റ് ഉണ്ട്, അതിനകത്ത് ബേക്കറി ഐറ്റംസ് ഉണ്ട്.
അതിനകത്ത് ഐസ്ക്രീം ഉണ്ട്, മുട്ടായി ഉണ്ട്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ അതിലാണ്. പക്ഷെ മുതിർന്ന മൂത്ത കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ അതിലല്ല, അപ്പനിലാണ്. ഭാര്യയുടെ ശ്രദ്ധ അപ്പനിലാണ്. അപ്പം കൊണ്ടുവരുന്ന വസ്തുക്കളിലല്ല, അപ്പനിൽ ശ്രദ്ധിക്കുന്നു. കുഞ്ഞുങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇന്ന് അങ്ങനെയാ ചെയ്യുന്നത്, പക്ഷെ ഞങ്ങൾക്ക് ഒരു നാളെയുണ്ട്, വരാൻ പോകുന്നു. അടുത്ത നാളുകളിൽ ആ കുഞ്ഞുങ്ങൾ അപ്പന്റെ കയ്യിലുള്ളതല്ല നോക്കുന്നത്, അപ്പനെയാ നോക്കുന്നത്. കയ്യിലൊന്നുമില്ലേലും അപ്പനാ ഞങ്ങൾക്ക് വരുക. എഫേസ്യർ 1:3. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. All spiritual blessings in heavenly places in Christ. Praise the Lord. Praise the Lord. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും യേശു ക്രിസ്തുവിലൂടെ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. വാഴ്ത്തപ്പെട്ടവൻ. സ്തോത്രം. Praise the Lord. ഹല്ലേലൂയ. സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളും നമ്മിൽ, സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളും സഭയിൽ. Praise the Lord. ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു കൊടുക്കേണ്ടവരാണ് നിങ്ങൾ. അപ്പൊ ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മൾ കാണാൻ തുടങ്ങണം. നമുക്ക് എന്തെല്ലാം ആത്മീയ അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്നു, എന്തെല്ലാം വാഗ്ദത്തങ്ങൾ അബ്രഹാമിന് കൊടുത്തിട്ടുണ്ട്. Praise the Lord. അത് ഭൗമികമായിരിക്കാം അവിടെ കൂടുതൽ. ഞാൻ പറഞ്ഞല്ലോ, പുതു നിയമത്തിലേക്ക് വരുമ്പോഴേക്കും സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹവുമായിട്ട് പുത്രൻ വന്നത്. Praise the Lord. Praise the Lord. Hallelujah. 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 നമ്മൾ തുടങ്ങിയ വചനം അപ്പോസ്തലപ്രവൃത്തി 3:25 ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും. 2026 നോക്കി നമുക്കിങ്ങനെ പറയാം, ഞാനും എൻ്റെ ഭവനവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 107:38 ദൈവത്തിന്റെ ആത്മാവ് 2026 വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നൽകിയതാണ്. പിടിക്കാൻ താല്പര്യമുള്ളവരെല്ലാം പിടിച്ചോ. സങ്കീർത്തനം 107:38. അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി. അവൻ അനുഗ്രഹിച്ചിട്ട് അത്യന്തം പെരുകി. അത്യന്തം പെരുകി. അടുത്തത്, അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകുവാൻ അവൻ ഇടവരുത്തിയില്ല. അവർക്കൊന്നും കുറഞ്ഞു പോകുവാൻ അവൻ ഇടം വരുത്തിയില്ല. ഒന്നും കുറയാത്തതിന്റെ കാരണം അവൻ അനുഗ്രഹിച്ചതുകൊണ്ടാണ്. സ്വർഗീയ നന്മകൾ നിങ്ങളിൽ പെരുകാൻ പോകുന്നു. അത് അവന്റെ ബ്ലെസ്സിങ്സിലാണ് നടക്കുന്നതാണ്, അവന്റെ കൃപയാലാണ് സംഭവിക്കുന്നത്. 2026 നോക്കി നിങ്ങൾ പറയുക, ഞാൻ വർദ്ധിക്കാൻ പോവുകയാണ്, ഞാൻ വളരാൻ പോവുകയാണ്, സ്വർഗീയ നന്മകളാൽ ഞാൻ നിറയാൻ പോവുകയാണ്, സ്വർഗീയ നന്മകളെ ഞാൻ അനുഭവിക്കാൻ പോവുകയാണ്. 2026 ജോലിയിൽ ഒരു വർധനവ് ഞാൻ പ്രവചിക്കുന്നു. പിടിക്കേണ്ടവരൊക്കെ പിടിച്ചോ. ഹല്ലേലൂയ. 2026 പുതിയ ജോലിയെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുകയാണ്. 2026 സമൃദ്ധിയെ ഞാൻ കൽപ്പിക്കുകയാണ്. 2026 വിദേശങ്ങളിലേക്ക് ഒരു പുതുവാതിൽ ഞാൻ തുറക്കുകയാണ്. ആരെല്ലാം ഇപ്പോൾ യൂട്യൂബിൽ കാണുന്നതിന് മുറുക്ക പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. അനുഗ്രഹം പെരുകുന്നതാണ്, അനുഗ്രഹം വർദ്ധിക്കുന്നതാണ്. 2026 വചന വെളിപ്പാടുകൾ നിനക്കായി ഞാൻ തുറക്കുകയാണ്. 2026 സ്വർഗീയ കൃപകളാൽ നിറഞ്ഞുള്ള ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. 2026 നീ നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. 2026 വചനത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരെല്ലാം
നന്മകളെ കാണാൻ പോവുകയാണ്, ചിന്തിക്കാത്തത് അനുഭവിക്കാൻ പോവുകയാണ്. എന്റെ കന്നുകാലികൾ വർദ്ധിക്കാൻ പോകും. യഥാർത്ഥം എന്റെ ബിസിനസ് വർദ്ധിക്കും. പെരുകാൻ പോകുന്നു, വർധനവ് വരാൻ പോകുന്നു. ഏതൊക്കെ മണ്ഡലം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. സങ്കീർത്തനം 107:38. അവൻ അനുഗ്രഹിച്ചിട്ട് കുറവില്ലാത്ത വിധം അവന്റെ അനുഗ്രഹത്താൽ ചില പെരുക്കലുണ്ടാകാൻ പോവുകയാണ്, ചില വർധനവുണ്ടാകാൻ പോവുകയാണ്. അവന്റെ അനുഗ്രഹത്താൽ കുറയുന്നത് ഞാൻ യേശുവിന്റെ നാമത്തിൽ നിർത്തുകയാണ്. നഷ്ടങ്ങൾ, ലോസ്റ്റുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ബ്ലെസ്സിങ്സ് വെളിപ്പെടട്ടെ. കൃപയിൽ, ജ്ഞാനത്തിൽ, വിവേകത്തിൽ, പരിജ്ഞാനത്തിൽ വർധനവുണ്ടാകട്ടെ. വചന വെളിപ്പാടുകളിൽ വർധനവും ഉണ്ടാകട്ടെ. ചിന്തകളിൽ, വചനത്തെ കുറിച്ചുള്ള ചിന്തകളിൽ വർധനവുണ്ടാകട്ടെ. 2026 അടഞ്ഞ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, അടഞ്ഞ കാതുകൾ തുറക്കപ്പെടട്ടെ, തടിച്ച ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. 2026 വിജയത്തിന്റെ നാളുകളായി മാറട്ടെ. നന്മകൾ പറഞ്ഞുകൊണ്ട് അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ ഇടവരട്ടെ. വചനത്തെ അനുസരിക്കാൻ കഴിയാത്ത മേഖലകളെ 2026 അനുസരിച്ചുകൊണ്ട് അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കപ്പെടട്ടെ. 2026 ഓഹരികൾ നൽകാൻ തുടങ്ങട്ടെ. വസ്തുക്കളുടെ ഓഹരികൾ കടന്നു വരട്ടെ. അതുമൂലം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ തലമുറ ശാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കട്ടെ. ഓടാമ്പലുകളിട്ട് സൂക്ഷിക്കപ്പെടട്ടെ. ഭവനത്തിൽ ഞാൻ അകത്ത് അനുഗ്രഹം ഉണ്ടാകട്ടെ. ആരാധന 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 ആരാധന. ആത്മനിറവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ അനുഗ്രഹങ്ങൾ ഒഴുകട്ടെ. ആത്മാവാകുന്ന ആചാരത്തെ പ്രാപിപ്പാൻ 2026 അനേകർ അനുഗ്രഹിക്കപ്പെടട്ടെ. അതിലൂടെ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം നിറഞ്ഞ് കവിഞ്ഞൊഴുകട്ടെ. ദൈവം ശപഥം ചെയ്ത ഞാൻ നിന്നെ നിശ്ചയമായും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്താൽ അനുഗ്രഹങ്ങളെ പ്രാപിക്കട്ടെ. ശപഥം ചെയ്യപ്പെട്ട അനുഗ്രഹങ്ങൾ വരട്ടെ. അബ്രഹാം വിശ്വസിച്ച് അനുഗ്രഹം പ്രാപിച്ചതുപോലെ എഴുതപ്പെട്ടിരിക്കുന്ന വചനപ്രകാരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടട്ടെ. അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിയുന്നവർക്ക് അനുഗ്രഹം വെളിപ്പെടട്ടെ. അകൃത്യങ്ങൾ വിട്ട് തിരിയട്ടെ. അകൃത്യങ്ങൾ വിട്ട് തിരിയട്ടെ. അശുദ്ധികൾ വിട്ട് തിരിയട്ടെ. ജഡമോഹങ്ങൾ വിട്ട് തിരിയട്ടെ. പാപവഴികൾ വിട്ട് തിരിയട്ടെ. കീഴ്പ്പെടലിലൂടെ അനുഗ്രഹം വരട്ടെ. ഭർത്താവിന് കീഴ്പ്പെടാൻ, ഭാര്യയ്ക്ക് കീഴ്പ്പെടാൻ, മാതാപിതാക്കൾക്ക് കീഴ്പ്പെടാൻ, അധ്യാപകർക്ക് കീഴ്പ്പെടാൻ, മേലധികാരികൾക്ക് കീഴ്പ്പെടാൻ, സഭയെ നടത്തുന്നവർക്ക് കീഴ്പ്പെടുവാൻ, അതിലൂടെ വരുന്ന അനുഗ്രഹത്തെ ഞാൻ പുറപ്പെടുവിക്കുന്നു. ശത്രുക്കളെ അനുഗ്രഹിക്കുന്നതിലൂടെ വേദനകൾ ഉണ്ടാകുമ്പോൾ ക്ഷമിച്ച് കർത്താവിനെ ഓർത്തുകൊണ്ട് ക്ഷമാവും സഹിക്കുന്നതിലൂടെ വെളിപ്പെടുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ. വേദനകൾ ക്ഷമിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹം, ശമിക്കുമ്പോൾ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിലൂടെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ, സ്വർഗത്തിലെ കിളിവാതിലുകളെ തുറക്കുവാൻ ഓരോ മക്കൾക്കും കൃപ ലഭിക്കട്ടെ. പൂർണ്ണമായി ഞങ്ങൾ സറണ്ടർ ചെയ്യും.
പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഇടപെട്ടതിന് സ്തോത്രം. വചനത്തിന്റെ ജീവൻ ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടതിന് സ്തോത്രം. 2026 ഞങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആയതിന് നന്ദി. അതിന്റെ അർത്ഥം വേദനയില്ല എന്നല്ല, വേദനയിൽ അനുഗ്രഹങ്ങൾ വെളിപ്പെടുന്നു എന്നാണ്. പ്രതികൂലമില്ല എന്നല്ല, പ്രതികൂലത്തിനകത്ത് നിനക്കുള്ള സ്വർഗീയ നന്മകൾ വരുന്നു എന്നുള്ളതാണ്. നഷ്ടങ്ങളില്ല എന്നല്ല, നിന്റെ നഷ്ടങ്ങൾ നീ കൊടുക്കുന്നിടത്ത്, വിട്ടുകൊടുക്കുന്നിടത്ത് അനുഗ്രഹങ്ങൾ വരുന്നു എന്നാണ്. ദുഃഖമില്ല എന്നല്ല, ക്ഷമയോടെ നിൽക്കുമ്പോൾ ചില ബ്ലെസ്സിങ്സ് നിന്റേതായി മാറുന്നു എന്നുള്ളതാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി സ്വർഗീയ പിതാവേ, ഞങ്ങളെ ബ്ലസ് ചെയ്തതിന് നന്ദി. 2025 അനുഗ്രഹമാക്കി തീർത്തതിന് നന്ദി. 2026 അനുഗ്രഹത്തിലേക്ക് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചതിന് നന്ദി. ശപഥം ചെയ്ത അനുഗ്രഹങ്ങൾ, ബ്ലെസ്സിങ്സ്, ഹല്ലേലൂയ, ബരേഖ ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നിങ്ങൾ ഈ വചനങ്ങൾ ഷെയർ ചെയ്യുക, പ്രിയപ്പെട്ടവർക്ക് പങ്കുവെച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.